അവിടെ 6 knots വരെ കറണ്ട് 6+ knots കറണ്ട് ഉണ്ട്. ആൻഡ് മഴ പെയ്താൽ കറണ്ട് കൂടുന്നു. ആൻഡ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നേവൽ ഡൈവേഴ്സിൻ്റെ ഡിസൈൻഡ് കപ്പാസിറ്റിയാണ് 2 knots. അവർ 3 knotsലും ചിലപ്പോൾ ചെയ്യും ജീവനും രക്ഷിക്കാനായിട്ട്, സ്വന്തം ജീവിതത്തിനെ റിസ്കിലിട്ടിട്ട്. അത് ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ. പക്ഷേ 6 knots 8 knotsൽ ഡൈവ് ചെയ്യുക പറഞ്ഞാൽ സ്വന്തം ഓൾമോസ്റ്റ് സുസൈഡൽ പോലെ ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. ബട്ട് നേവി ഈസ് എ ബെറ്റർ ഓർഗനൈസേഷൻ ടു കമൻറ്റ് ഓൺ ദാറ്റ്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് എ ഡൈവർ. ഒരു ഡൈവിംഗ് കോഴ്സ് പോയിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡൈവേഴ്സിനെ എപ്പോഴാണ് ഇറക്കേണ്ടത്, അതൊരു ബിഗ് ഡയലമാണ്. നമുക്ക് അർജുനനെ കൊണ്ടുവരണം, പക്ഷെ അത് എപ്പോഴായിരിക്കും ആ പ്രശ്നം നമ്മുടെ DC-യുടെ മൈൻഡിലുണ്ട്, നമ്മുടെ MLA-യുടെ മൈൻഡിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും മൈൻഡിലുണ്ട്. നമസ്കാരം, ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി 10 ദിവസം പിന്നിടുമ്പോഴും അർജുൻ ഇപ്പോഴും കാണാമറയത്തു തന്നെ. പുഴയുടെ അടിത്തട്ടിൽ അർജുൻ ഉണ്ടോ എന്ന് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല. അപകടത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും അറിയാതെയുള്ള കർണാടക സർക്കാരിൻ്റെ ഉദാസീന നിലപാട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ മന്ദഗതിയിലാക്കിയത്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കിനേക്കാൾ ശക്തിയേറിയ അപവാദ പ്രചാരണങ്ങളാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിനെതിരെയും സുഹൃത്തുക്കൾക്കെതിരെയും ഒരു വിഭാഗം പടച്ചുവിടുന്നത്. ഇത് നീതീകരിക്കാനാകാത്തത് തന്നെ. രക്ഷാപ്രവർത്തനം വഴിതിരിഞ്ഞത് രക്ഷാപ്രവർത്തനത്തിൽ എത്തിയവരുടെ ഇടപെടൽ മൂലമാണെന്ന നറേറ്റീവ് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ വീഴ്ചയും ഉദാസീനതയും മറയ്ക്കാൻ തന്നെ. ദുരന്തമുഖങ്ങളിൽ ഒരു ഭരണ സംവിധാനം എങ്ങനെയാകരുത് എന്നതിന് ഉദാഹരണമാകുകയാണ് ഷിരൂർ. ന്യൂസ് ആൻഡ് ന്യൂസ് ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഷിരൂരിൽ നിന്ന് തത്സമയം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, മുൻ ഫയർഫോഴ്സ് ഡയറക്ടർ EB പ്രസാദ്, സാമൂഹ്യ നിരീക്ഷകൻ റെജി ലൂക്കോസ് എന്നിവരാണ്. സ്വാഗതം ചർച്ചയിലേക്ക് ഏവർക്കും. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച നടക്കുന്ന അവസരത്തിലും വലിയ തരത്തിലുള്ള മണ്ണ് നീക്കൽ ഷിരൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പാണ് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ദൗത്യസംഘത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത മേജർ ഇന്ദ്രബാലൻ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് ഇപ്പോഴും ഇന്ന് കണ്ടെത്തിയ ട്രക്കിനടിയിൽ അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ഉറപ്പിക്കാനാകില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് അർജുൻ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ് എന്നുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ വന്ന ഊർജം ആദ്യ ദിവസങ്ങളിലുണ്ടായിരുന്ന ഉദാസീനതയെ മറയ്ക്കുന്നത് തന്നെയാണ്. പക്ഷേ ആദ്യ ദിവസങ്ങളിലുണ്ടായ ഉദാസീനത തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കിയത് എന്നത് പറയാതെയും വയ്യ. ആദ്യം ശ്രീ സേനാപതി വേണുവിലേക്കാണ്. ശ്രീ സേനാപതി വേണു, ആദ്യം തന്നെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു പരാതി കർണാടക സർക്കാരിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ എങ്ങനെയാണ്, എത്ര പേർ ഇതിൽ പെട്ടിട്ടുണ്ട്, എത്ര പേരെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ വിശദീകരണവും ഇടപെടലും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് അക്കാര്യം ആദ്യ ദിവസം തന്നെ കർവാർ MLA സതീഷ് സിംഗ് സെയിൽ സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോടൊന്ന് പറയുകയും ചെയ്തു. ആ 3-ാം ദിവസം മുതൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പോലും ഇത്രയധികം ആക്റ്റീവായി നിന്നിട്ടില്ല. അങ്ങനെയാണ് കേരളത്തിൻ്റെ നിങ്ങളുടെ താല്പര്യം കണ്ടുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം. ആ പിഴവ് തന്നെയല്ലേ ഈ 10-ാം ദിവസത്തിലെയും ആ ഉദാസീനത, അന്ന് തുടങ്ങിയ ഉദാസീനതയുടെ ഒടുവിലല്ലേ ഈ 2ാം ഘട്ടത്തിലെ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേർന്ന് അതിൽ കേരളത്തിൻ്റെ ഇടപെടൽ വളരെ ശക്തമായിരുന്നില്ലേ? അല്ല, ഇവിടെ ഷിജു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ് തലത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം, നമുക്കറിയാം ഷിരൂരിൽ മാത്രമല്ല മണ്ണിടിച്ചിൽ. ഈ മഴക്കാലത്ത്, കർക്കിടക മാസത്തെ മഴക്കാലത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളത്തിൽ ആളുകൾ പോവുകയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതുമായ നിരന്തരമായ വാർത്തകൾ. ഇപ്പോൾ അവിടെ തന്നെ എത്രയോ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ കർണാടകത്തിൽ തന്നെ പല സ്ഥലത്തും, കേരളത്തിലും, നാട്ടിലൊട്ടുക്കും പല സ്ഥലത്തും. അപ്പോൾ ഇത് യഥാസമയം അധികാരികളുടെ അവരുടെ ചെവിയിൽ എത്തിയില്ല എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ അതിനുശേഷം നടന്ന അല്ലെങ്കിൽ നടക്കുന്ന ആ റെസ്ക്യൂ ഓപ്പറേഷനുകൾ, അത് ഒരു അലംഭാവോ ഉദാസീനതയോ അതിലില്ല എന്നുള്ളതാണ്. മനുഷ്യ സാധ്യമായി ഇന്നിപ്പോൾ മേജർ ജനറൽ ശ്രീ ഇന്ദ്രപാൽ സാറ്, അദ്ദേഹം കോർ ഓഫ് എഞ്ചിനീയേഴ്സിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്.
ഈ രംഗത്ത് വലിയ വിദഗ്ധൻ. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ലത്തൂരിലെ ഭൂകമ്പം അന്നത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത അന്ന് അദ്ദേഹം വളരെ എന്താ പറഞ്ഞ കരസേന ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ വലിയ അനുഭവ സമ്പത്ത് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹവും ഒക്കെ വന്ന് അവരെല്ലാം നമ്മളോട് പറയുന്നത് എന്താ, മനുഷ്യ സാധ്യമായ കാര്യം. അപ്പൊ അവിടുത്തെ പ്രശ്നം കുറച്ചു മുമ്പ് നമ്മൾ അവിടുന്ന് കേട്ടതാണ്. ശ്രീ ഇന്ദ്രപാൽ സാറിന്റെയും വാക്കുകൾ കേൾക്കുന്നു, മറ്റാളുകളുടെയും വാക്കുകൾ കേൾക്കുന്നു. നദിയിലെ കുത്തൊഴുക്ക്. ഇപ്പൊ മനുഷ്യന് നീന്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഡൈവേഴ്സിന് മുങ്ങാൻ കഴിയുന്ന, ഞാൻ കരസേനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ അതായത് നമ്മുടെ ബോംബെയിലെ INS കുഞ്ചാലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാരുടെ പേരിലുള്ളതാണ്. അവർ വടക്കേ ഇന്ത്യക്കാർ കുഞ്ചാലി എന്നാണ് പറയുന്നത്. കുഞ്ഞാലി മരക്കാർ ഷിപ്പില് ഇവരുടെ ഈ ഡൈവേഴ്സിന്റെ ട്രെയിനിങ്ങും ഇതൊക്കെ നടക്കുന്നത് കാണാനൊക്കെ എനിക്ക് സാധ്യമായിട്ടുണ്ട്. പക്ഷേ മനുഷ്യന് ചാടാൻ പറ്റാത്ത രീതിയിൽ അവനെ ഒഴുക്കിക്കൊണ്ട് പോകത്തക്ക രീതിയിൽ, കാരണം ഇത് റോബോട്ടുകളോ അല്ലെങ്കിൽ യന്ത്രമനുഷ്യനോ ഒന്നുമല്ല, നമ്മളെപ്പോലെ മനുഷ്യർ. അത് ഡൈവേഴ്സിന്റെ ഡ്രസ്സ് നമുക്കറിയാം, ഏറ്റവും എന്താ പറഞ്ഞ ശരീരത്തോട് ഒട്ടിച്ചേർന്നിട്ടുള്ള ഏറ്റവും കനം കുറഞ്ഞ രീതിയിൽ, ചിലപ്പോൾ അതിന്റെ എന്താ പറഞ്ഞ ഈ കീറിപ്പോകാനുള്ള സാധ്യതയൊന്നുമില്ല, പക്ഷെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും കനം കുറഞ്ഞ രീതിയിലുള്ള ഉടുപ്പുകളാണ്. അപ്പം ഇതുമായിട്ട് വെള്ളത്തിലേക്ക് ചാടുന്ന ഒരു സാധാരണ മനുഷ്യൻ, അവർ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എന്നെ പോലെ, ഷിജുവിനെ പോലെ, റെജി ലൂക്കോസിനെ പോലെ, ഇവിടെ ഇരിക്കുന്ന പ്രസാദിനെ പോലെ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് ഈ ഡൈവേഴ്സ് ആയിട്ട് പോകുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ്, അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രാക്ടീസ്, അവരുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ്, ശ്വസിക്കാനുള്ള ഇതൊക്കെ വെച്ചാണ്. പക്ഷേ ഇപ്പൊ പറഞ്ഞതുപോലെ മനുഷ്യന് സാധ്യമായിട്ടുള്ള 2 നോട്ട് അല്ലെങ്കിൽ 3, അവിടെ നിന്ന് 6, 7, 8ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബോഡി പോലും അടിച്ച് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള അതിശക്തമായ ഒഴുക്ക് നടക്കുന്നു. ഏതായാലും ഇന്ന് ശ്രീ ഇന്ദ്രപാൽ സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന ആ സംഘം ഒരു 3-4 സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോ ഇതും ശരിയാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് റോഡിന്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ഈ ക്രാഷ് ബാരിയർ വെള്ളത്തിലേക്ക് വീണ് കിടക്കുന്നതാകാം, അതല്ല എങ്കിൽ അവിടെ സൈഡിൽ നിന്നുള്ള ടവറിന്റെ തൂണ് വീണ് കിടക്കുന്നതാകാം. ഇനി മറ്റ് വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയുള്ള ഏതെങ്കിലും വാഹനത്തിന്റെ കഷ്ണമാണോ, അതല്ലെങ്കിൽ ഈ ചായക്കടയിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളാണോ, ഇതെന്താണ് കിടക്കുന്നത് എന്നുള്ളത് പോലും ഇപ്പോഴും സംശയം. അപ്പൊ ഏതായാലും ഒരു 4 ലൊക്കേഷനുകൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അവിടെ തന്നെ ഈ ലോറി ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ലോറിയുടെ അവസ്ഥ കൂടി ഒന്ന് ഷിജു നമ്മൾ പരിശോധിക്കണം. ലോറി വെള്ളത്തിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ അത് കമന്ന് വീഴാം, അല്ലെങ്കിൽ മൂക്കുകുത്തി വീഴാം, ചെരിഞ്ഞ് വീഴാം, ക്യാബിൻ ചെടിയിലേക്ക് പോകാം. ഇങ്ങനെ എല്ലാം അവസ്ഥകൾ. കാരണം അവർ പല സാധ്യതകൾ, നിഗമനങ്ങൾ എല്ലാം ഈ ദൗത്യസംഘം അടക്കം പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. പക്ഷെ ഇവിടെ ഉയരുന്ന പ്രശ്നം, താങ്കൾ ഇന്ന് അവതരിപ്പിച്ച പ്രശ്നം കൂടിയുണ്ട്. താങ്കൾ പറഞ്ഞത് ഇന്നത്തെ ഈ അടിയൊഴുക്കിന്റെ കാര്യമാണ്. ഇന്ദ്രപാലൻ വന്ന് പറഞ്ഞത് ഈ 2 നോട്ട് 3 നോട്ട് വരെ നേവി സംഘം സാധാരണഗതിയിൽ ഇറങ്ങാറുണ്ട്. പക്ഷേ ഇവിടെ 6 നോട്ടിന് മുകളിലാണ് ഈ അണ്ടർ കറണ്ടിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അത് ഇന്നത്തെ ഒരു വിലയിരുത്തലാണ്. ഇന്ന് നേവി സംഘം ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുകയും ചെയ്തത്. പക്ഷേ ആദ്യ ദിവസം മുതൽ, അതായത് 3-ാം ദിവസമാണ് കേരള സർക്കാരിനെ അറിയിക്കുന്നു മലയാളിയായ ഒരാൾ ഇക്കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട്. 3-ാം ദിവസം അറിയിക്കുകയാണ്. അതിനുശേഷം കേരളത്തിലെ സർക്കാർ ഇടപെടുന്നു. അവിടെ ആദ്യം വന്നെത്തിയത്, പരിശോധനയ്ക്ക് എത്തിയത് നേവിയാണ്. നേവി പരിശോധന നടത്തുന്നു. അവിടെ അങ്ങനെ ഒരു ലോറി പെട്ടിട്ടില്ല, ഈ മണ്ണിടിച്ചിലുണ്ടായ ആരും അതിലേക്ക് പോയിട്ടില്ല എന്ന് ഒരു നിഗമനം നേവി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ അസ്വസ്ഥരാണ് ഇവിടെ നിന്ന് പോയ ആളുകൾ, മലയാളികൾ. മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ, രഞ്ജിത്ത് ഇസ്രായേലി എന്ന് പറയുന്ന ആൾ, വളരെ കൃത്യമായി നേവി വന്ന് പറയുകയാണ് ഇവിടെ അങ്ങനെ ഒരു ലോറിയില്ല, അങ്ങനെ ആളുകളുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ പിന്നീട് കരയിലേക്കാണ് അന്വേഷണം പോവുകയും ചെയ്യുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. ഏതായാലും സേനാപതി വേണുവിലേക്ക് കയറിയപ്പോൾ ആ സ്ഥലത്ത് സർക്കാരിൻ്റെ പ്രതിനിധിയായി എത്തിയിട്ടുള്ള ലിൻഡോ ജോസഫ് MLA കൂടി നമുക്ക് ചേരുന്നുണ്ട്. ലിൻഡോ ജോസഫ്, ഇന്നുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ അല്പം മുമ്പ് വരെ അവിടെ ഈ ദൗത്യസംഘത്തിനൊപ്പം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെ താങ്കൾ 24 മണിക്കൂർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്. നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് ഇപ്പോൾ ഈ ദൗത്യം പ്രതിസന്ധിയിലായിരിക്കും എന്ന തരത്തിലാണ് വാർത്തകൾ പല കോണുകളിൽ നിന്ന് വരികയും ചെയ്തത്. ഈ 10-ാം ദിവസത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷയുടെ വക. ഇതുവരെയുള്ള 9 ദിവസത്തിലും ഈ ലോറി എവിടെയാണ്, അർജുൻ എവിടെയാണെന്ന് സംബന്ധിച്ച് യാതൊരു സൂചനയും എവിടെ നിന്നും കിട്ടിയതുമില്ല. ആ പരിശോധനയുടെ അന്വേഷണത്തിൻ്റെ രീതി തന്നെ ഓരോ ദിവസവും കഴിയുമ്പോഴും മാറി വരികയായിരുന്നു. ആദ്യം ചെയ്യേണ്ടത് അവസാനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ബൂം എക്സ്കവേറ്റർ ഇന്നലെ എത്തുന്നു, ഇന്ന് ഡ്രോൺ എത്തുന്നു. എങ്ങനെയായിരുന്നു ഈ പരിശോധന പോകേണ്ടിയിരുന്നുള്ളതിൻ്റെ ആ രീതികൾ നമുക്കറിയാം, കേരളത്തിനറിയാം. പുത്തുമലയിലായാലും
മറ്റു പലയിടങ്ങളിലും വലിയ പ്രളയത്തിൽ എങ്ങനെയാണ് പെരുമാറിയതെന്നും കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. അത്തരത്തിലൊരു ഇടപെടൽ അവിടെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ? താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇന്ന് ദൗത്യസംഘത്തിൻ്റെ വാർത്താ സമ്മേളനത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നേവി നടത്തിയ ഇടപെടലുകളും താങ്കൾ കാണുകയും ചെയ്തു. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? ഇന്ന് നടന്ന ആ വാർത്തയിൽ, ഇന്ന് ദൗത്യസംഘം പറഞ്ഞതിൽ, ഇന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ലിൻഡോ ജോസഫിലേക്ക് തിരികെ വരാം. ഇപ്പോൾ അവസാന ഭാഗം ഞാൻ മുൻ കേട്ടിട്ടില്ല. ഫയർഫോഴ്സ് ഡയറക്ടർ പ്രസാദ് ഇബി കൂടി നമ്മൾ ചേരുകയാണ്. ശ്രീ പ്രസാദ് ഇബി, ഇപ്പോൾ സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്നത്തെ വിവരങ്ങൾ വെച്ചാണ് സേനാപതി വേണു സംസാരിച്ചത്. ഇപ്പോൾ അണ്ടർ കറന്റ്, അടിയൊഴുക്ക് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ചെന്ന് ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്താൻ സാധ്യതയില്ല, പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് സ്വാഭാവികമാണ്. നേവി തന്നെ, ദൗത്യസംഘം തന്നെ പറയുകയും ചെയ്തു. 3 നോട്ടിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ രക്ഷാപ്രവർത്തനം നേവിക്ക് പോലും സാധ്യമല്ല. പക്ഷേ ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്യാതിരുന്നു എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിന് താമസം നേരിട്ടു എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം കർണാടകയുടെ പല ഭാഗത്തും ദുരന്തം നേടുന്ന സമയത്ത് ഷിരൂരിലെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പരിഗണന കൊടുത്ത് അവിടെ വേണ്ട രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി തുടങ്ങാൻ താമസിച്ചു എന്നുള്ള നേരാണ്. പക്ഷേ അത് തുടങ്ങിയതിന് ശേഷം പിന്നീട് അതിൻ്റെ ചെയിൻ ഓഫ് കമാൻഡ് വിട്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പല രീതിയിലും റെസ്ക്യൂ ഓപ്പറേഷൻ മാറി മാറി വരുന്നൊരു അവസ്ഥയുണ്ടായി. അതിനിടയിൽ കർണാടക റവന്യൂ മന്ത്രി അർജുൻ്റെ വാഹനം കരയിലില്ല എന്ന് തീർത്തും പറഞ്ഞു കഴിഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തലവനെന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത് മുഖവിലക്കെടുക്കേണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ നല്ല രീതിയിലൊരു റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള തടസ്സങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ വന്നു എന്നുള്ളത് നേരാണ്. അത് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ കോർഡിനേഷനോടുകൂടി അവരുടെ ചെയിൻ ഓഫ് കമാൻഡ് വിട്ടുപോകാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ചെയ്യാനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും അണ്ടർ വാട്ടർ കറണ്ട് ഉള്ള സമയത്ത് മനുഷ്യനായിട്ടുള്ള രക്ഷാപ്രവർത്തകർക്ക് അടിയിൽ ഇറങ്ങാൻ സാധിക്കില്ല. പക്ഷേ ഇതൊന്നും പെർമനൻ്റായിട്ട് നിൽക്കുന്നൊരു കാര്യമല്ല, അത് മാറും. ഒരു മഴയും തോരാതിരിക്കില്ല എന്ന് പറയുന്നത് പോലെ ഒരടിയൊഴുക്കും സ്ഥായിയായിട്ടുണ്ടാവില്ല. അത് നമുക്ക് മാറിക്കിട്ടും. നമുക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ നടക്കുന്നതെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ട് ഭൂമുള്ള എക്സ്കവേറ്റർ കൊണ്ടും അതുപോലെ നല്ല പ്ലാറ്റ്ഫോം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും. അതുപോലെ ഡ്രഡ്ജിങ് നടത്തി വാട്ടർ കറണ്ടിൻ്റെ ഫോഴ്സ് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ആലോചിക്കുന്നുണ്ട്. എല്ലാം വളരെ പോസിറ്റീവ് ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെയാണ് ഈ പരിശോധന നടക്കുന്നതെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ആദ്യം മുതൽ തന്നെ പറ്റിയ ഒരു പിഴവ്, രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ കർണാടക സർക്കാരിന്, കർണാടക ഫയർ ആൻഡ് റെസ്ക്യൂവിന്, പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ദുരന്ത നിവാരണ സേനയ്ക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകുന്നില്ല. നേവി വന്നു പരിശോധന നടത്തുന്നു, പുഴയിൽ, ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തുന്നു. അതിനുശേഷം പറയുന്നു അവിടെ ഇങ്ങനെ ആളില്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന മനാഫ് അടക്കമുള്ള ഈ രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവർ പറയുന്നു അങ്ങനെയാണെങ്കിൽ കൃത്യമായി ഈ കരയിൽ പരിശോധന നടത്തണം. 6 മീറ്റർ ഉയരത്തിൽ 100 മീറ്റർ നീളത്തിൽ കിടക്കുന്ന മണ്ണ് നീക്കുക എന്ന് പറയുന്ന ശ്രമകരമായ പണി. അവിടെ ആ തരത്തിലേക്ക് വീണ്ടും അന്വേഷണങ്ങൾ അങ്ങനെ പോവുകയാണ്. ഇവിടെ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇനി ആ വിഷയങ്ങൾക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ നടക്കുന്ന വലിയൊരു പ്രചാരണമുണ്ട്. ഈ അന്വേഷണത്തെ, പരിശോധനയെ വഴിതിരിച്ചു വിട്ടത് കേരളത്തിൽ നിന്നെത്തിയ രക്ഷാപ്രവർത്തകരാണ്. അവരുടെ വാക്കുകൾ കേട്ടാണ് കരയിൽ നിന്നും പുഴയിലേക്കും പുഴയിൽ നിന്ന് കരയിലേക്കും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി മാറ്റിയെന്ന് പറയുന്ന ഒരു പറച്ചിലുണ്ട്. അങ്ങനെയാണോ ഒരു ദുരന്തമുഖത്ത് ഒരു ദുരന്ത നിവാരണ സേന, ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കേണ്ടത്? അവർക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാകേണ്ടതല്ലേ? എവിടെയാണ്, എങ്ങനെയാണ് ഈ പരിശോധന, അന്വേഷണം തുടങ്ങേണ്ടത്? അതിലേതൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം? ആർമി അടക്കമുള്ള സംവിധാനങ്ങൾ എപ്പോഴാണ് വിളിക്കേണ്ടത്? ബൂം എക്സ്കവേറ്റർ എന്ന് പറയുന്നത് ഏത് തരത്തിൽ എപ്പോഴാണ് വിളിക്കേണ്ടത്? ഒരേ സമയം തന്നെ കരയിലും പുഴയിലും പരിശോധന നടത്തേണ്ടതില്ലേ? ഇതിനെല്ലാം കൃത്യമായൊരു മോഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നതില്ലേ? അതെല്ലാം പരിശോധിക്കാതെ ഇത്തരത്തിൽ
ചില കോണുകളിൽ നിന്ന് അപവാദ പ്രചരണങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ആളുകൾക്കെതിരെ, പ്രത്യേകിച്ചും ഈ അർജുൻ്റെ കുടുംബത്തിനെതിരെ അധികം പടച്ചുവിടുന്നൊരു സാഹചര്യമുണ്ട്. അതുകൂടി വലിയ തരത്തിൽ നമ്മൾ വിമർശന വിധേയമാക്കേണ്ടതല്ലേ? റെജി ലൂക്കോസ്. തീർച്ചയായിട്ടും സിജു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഷിരൂർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള ഷിരൂർ എന്ന് പറയുന്ന ഒരു ദേശീയപാതയിലുണ്ടായ ദുരന്തത്തിൻ്റെ അന്ന് മുതലുള്ള വാർത്തകളും അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ചിത്രങ്ങളും വീഡിയോ സഹിതം അതിൻ്റെ വിഷ്വൽ സഹിതം ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും മലയാളികളുടെയും മുമ്പിൽ ഒരു ഡോക്യുമെൻ്റായിട്ട് ഇപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ സാഹചര്യമല്ല അവിടെ. ഇവിടെ ബഹുമാനപ്പെട്ട സേനാപതി രാജു ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം ഒരു കാര്യം സമ്മതിച്ചു, ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വീഴ്ചയാണ് ഈ സംഭവത്തിൻ്റെ ഏറ്റവും വലിയ രൂക്ഷമായ പ്രതികരണത്തിലേക്ക് കടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 3ാമത്തെ ദിവസമാണ് സംസ്ഥാന സർക്കാർ അറിയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളോട് ചെല്ലുന്ന 3ാമത്തെ ദിവസം ഈവനിങ്ങിലാണ് അവിടെ ചെല്ലുന്നത്. അതിനു മുമ്പ് വരെ ഈ കർണാടക സംസ്ഥാന സർക്കാരിൽ നിന്നും ആ ജില്ലാ അധികാരിയിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരൊരു കാര്യം ചെയ്തു, അതായത് ലോക ചരിത്രത്തിൽ ഇന്നു വരെ ഒരു ഡിസാസ്റ്റർ നടക്കുന്നൊരു സ്ഥലത്ത്, ഒരു ലാൻഡ് സ്ലൈഡ് നടക്കുന്നൊരു സ്ഥലത്ത് അവിടുത്തെ മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ള ആത്യന്തികമായ കടമ നിറവേറ്റുന്നതിന് പകരം ആ റോഡ് ക്ലിയർ ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടാണ് ഒരു കഠിനമായ ശ്രമം അവരുടെ ഭാഗത്തുണ്ടായത്. അത് തന്നെ ഗുരുതരമായ വീഴ്ചയില്ല. അപ്പോൾ അവരത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത്, കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഴ്ച ഉണ്ടായത് എന്ന് ആരും ആരോപിച്ചിട്ടില്ല. കർണാടകത്തെ അഡ്മിനിസ്ട്രേഷനെയും ജില്ലാ ഭരണത്തിനെയും ആക്ഷേപിച്ചിട്ടുണ്ട്, അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ നിരുത്തരവാദമായ പ്രവർത്തനങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. സ്വാഭാവികമല്ലേ? ഇത്രയും ആധുനികമായ ഒരു പരിഷ്കൃത ലോകത്ത് ഇന്ത്യക്ക് എല്ലാ സംവിധാനങ്ങളും, നമ്മുടെ പട്ടാളവും നമ്മുടെ സേനകളും ഒന്നും മോശക്കാരല്ല. എത്രയോ ദുരന്തമുഖങ്ങളിൽ അതിസാഹസികമായിട്ട് മനുഷ്യരെ രക്ഷപ്പെടുത്തിയുള്ള ചരിത്രങ്ങൾ ഈ സമീപകാലത്ത് തന്നെയുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ഉത്തരകാശിയിൽ നടന്ന ഇവാക്യുവേഷൻ, അതായത് മീറ്ററുകൾക്കപ്പുറം ടണലിൽ കുടുങ്ങിയ നിരവധി തൊഴിലാളികളെ 17 ദിവസം കൊണ്ട് നമ്മുടെ 24 മണിക്കൂർ വർക്ക് ചെയ്തത് നമ്മുടെ സേനയും ദുരന്ത നിവാരണത്തിലെ പ്രവർത്തകരും. അതിനകത്ത് ഈ രഞ്ജിത്ത് ഇസ്രായേലി ഉണ്ടായിരുന്നു. അവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പുറത്തുകൊണ്ട് ചരിത്രമുണ്ട്. അപ്പോൾ സ്വന്തം നാട്ടുകാരായ 10-12 പേരുൾപ്പെടെ ഒരു മലയാളി ഉൾപ്പെടെ ഇതുപോലൊരു ദുരന്തമുണ്ടായിട്ട് ആദ്യത്തെ 3 ദിവസം അവരനങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? അപ്പോൾ ആ സംഭവത്തിൻ്റെ പേരിലുണ്ടായ വിമർശനങ്ങൾ, ലോകവ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ, മലയാള മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ പോലും വിമർശിച്ചു. നാണക്കെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ, അത് കോൺഗ്രസ് ആയതുകൊണ്ട് പേരിൽ മാത്രം ഇവിടുത്തെ കോൺഗ്രസ് സൈബർ സെല്ലുകൾ അല്ലെ ആ വിങ്ങിൽ എല്ലാ കോൺഗ്രസ്സുകാരെയും നമ്മൾ പഠിക്കത്തില്ല. കാരണം MK രാഘവൻ MP, അതുപോലെ നമ്മുടെ മഞ്ചേശ്വരം MP അല്ലെ MLA, ആ മോർ ഓവർ ഇത് ചലിപ്പിക്കുന്നതിന് മാധ്യമങ്ങളും സംസ്ഥാന സർക്കാരിനോടൊപ്പം നന്നായി പ്രവർത്തിച്ച ഒരാളുണ്ട്, KC വേണുഗോപാൽ. അദ്ദേഹത്തിന് വാക്കിന് പോലും ഒരു വില കൽപ്പിച്ചില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വെള്ളപൂശാനും അത് തെയ്വാനിലുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സൈബർ സെല്ലുകൾ അതിനെ വെള്ളപൂശാൻ ശ്രമിച്ചതാണ് ഏറ്റവും അപകാശമായിപ്പോൾ. അവർക്കത് മുക്കണ്ട വന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്നിപ്പോൾ എന്താ അവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അർജുൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പുത്രനെ, അതിനോടൊപ്പം അവിടെ ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടുള്ള ഔദ്യോഗികമായിട്ട് കണക്ക് പ്രകാരമുള്ള 3, അതിലൊന്നൊരു തമിഴ്നാട്ടുകാരനെ, അവരെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബങ്ങളും നാട്ടുകാരും ലോകം മുഴുവനുള്ള ഒരു മനസാക്ഷിയുള്ള മലയാളി സഹോദരങ്ങൾ കാത്തിരിക്കുമ്പോൾ ആ കുടുംബത്തിനെ വേട്ടയാടിക്കൊണ്ട് ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയെയും ആ അച്ഛനെയും ആ ഭാര്യയെയും സഹോദരിമാരെയും എല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വരുന്ന ഈ സൈബർ വിളയാട്ടം വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് എതിർക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം മനസാക്ഷിയുള്ള മലയാളികൾ, ലോകത്തിന് മാതൃകയായിട്ടുള്ള സാഹോദര്യം പുലർത്തുന്ന പൈതൃകമുള്ളൊരു മലയാളികൾ ഈ അർജുനെ കാണാത്തതിന് ശേഷം ലോകവ്യാപകമായിട്ട് അവർ ചാനലുകളുടെ മുമ്പിൽ ഇരിക്കുക അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു സർക്കാരിൻ്റെ വീഴ്ചയെ വെള്ളപൂശാൻ ഇത്രയ്ക്ക് നിർഗിഷ്ടമായ പ്രവർത്തികളുടെ രംഗത്തിറങ്ങിയെന്നാണ് പ്രതിഷേധർക്കം. മനസ്സുകൊണ്ട് അതിനെ പ്രതിഷേധിക്കുന്ന ഒരു വ്യക്തിയാണ് സേനാപതി രാജു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നെയുമല്ല, ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ കാർവാർ MLA സതീഷ് സെയിൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോൾ 8 ദിവസമായിട്ട് അവിടെ ഊണ് ഉറക്കമില്ലാതെ നിൽപ്പുണ്ട്. അദ്ദേഹം ഈ ദുരന്തമുണ്ടായതിൻ്റെ 5ാമത്തെ ദിവസം കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് തുറന്നു സംഭവിച്ചു, ജില്ലാ അഡ്മിനിസ്ട്രേഷന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം സ്വതന്ത്രനായിട്ട് ജനിച്ച് കോൺഗ്രസ്സുകാരനായി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം പറയാവുന്ന എക്സ്ട്രീം ലെവലിൽ അദ്ദേഹം പറഞ്ഞു. ലിൻഡോ ജോസഫ് ഷിരൂരിൽ നിന്നും ലിൻഡോ ജോസഫ് MLA തിരുവമ്പാടി MLA അവിടെ ആ രക്ഷാപ്രവർത്തന സ്ഥലത്തെത്തിച്ചേർന്ന ലിൻഡോ ജോസഫ് കൂടി നമുക്കിപ്പോൾ ചേരുക. ലിൻഡോ ജോസഫ്, ഇന്ന് വൈകുന്നേരമാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമാണ് 10ാം ദിവസമാണ് അർജുൻ എവിടെ, അർജുൻ്റെ ലോറി എവിടെ എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും
പ്രതീക്ഷകൾക്ക് വകന്നു നൽകിയ രീതിയിൽ ചെറിയ വിവരങ്ങളും കിട്ടുന്ന രീതിയിൽ വിവരങ്ങൾ ദൗത്യസംഘം പങ്കുവെക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളായി താങ്കൾ അവിടെയുണ്ട്. രക്ഷാപ്രവർത്തനത്തിൻ്റെ കഴിഞ്ഞ 2 ദിവസമായ രീതി എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നിലവിൽ ഇന്ന് രാത്രിയും അവിടെ ഡ്രോൺ പരിശോധന നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്തത്. എങ്ങനെയാണ് താങ്കൾക്ക് ഇതുവരെയുള്ള ഈ കഴിഞ്ഞ അവിടെ എത്തിയതിനു ശേഷമുള്ള ഒരു രക്ഷാപ്രവർത്തന രീതി, അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്താണ് അവിടെ നൽകാൻ കഴിയുന്നത്? നമുക്ക് ഏറ്റവും പുതുതായി നൽകുന്ന വിവരങ്ങൾ കൂടി. ഇതിനു മുമ്പ് ചർച്ചയുടെ ഭാഗമായി നടന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അത്ര വ്യക്തതയില്ല. ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിലെ ചർച്ച ഞാൻ പൂർണ്ണമായിട്ട് കേട്ടിരുന്നില്ല. എങ്കിലും കഴിഞ്ഞ 3 ദിവസങ്ങളായി ഞാനും സച്ചിൻ ദേവ് MLAയും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇന്നാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് മേജർ ഇന്ദ്രപാൽ എത്തിയതോടു കൂടിയിട്ടാണ് കൃത്യമായി എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കൃത്യമായ ഒരു വിവരം പുറത്തേക്ക് ലഭ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഇന്ന് മാത്രമാണ്. ഇന്നലെ കർണാടകയുടെ റവന്യൂ മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ പേജിലൂടെ വന്നിട്ടുള്ള ഒരു ന്യൂസ്, അത് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി എന്നുള്ള നിലയിലായിരുന്നു. അതിനെ ഡിപ്പെൻഡായിട്ടുള്ള ധാരാളം വാർത്തകൾ അതിനെ സംബന്ധിച്ച് പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ ആ ട്വീറ്റ് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള വാർത്ത സംബന്ധിച്ച് ഒരു സത്യാവസ്ഥയാണ് അതെന്നുള്ള നിലയിലുള്ള വാർത്തകളും അതിനെ തുടർന്നുള്ള മെനഞ്ഞെടുത്ത ചില വാർത്തകളുമൊക്കെയാണ് പൊതുവെ നമുക്ക് ന്യൂസ് ചാനലിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ ഇന്ദ്രപാൽ ഇന്നലെ എത്തുകയും അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ വർക്കുകൾ ആരംഭിക്കുകയും ചെയ്തതോടു കൂടിയിട്ടാണ് പുതിയ വാർത്തകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ 3 ദിവസങ്ങളായി രക്ഷാപ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട നിലയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നല്ല നിലയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച അത് അതിഭീകരമായിരുന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയുന്നൊരു വസ്തുതയല്ല. ആദ്യഘട്ടത്തിൽ വേണ്ടത്ര തയ്യാറെടുപ്പോ വേണ്ടത്ര രീതിയിലുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിരുന്നെങ്കിൽ നമ്മൾ കാണുന്ന ഈ 10ാം ദിവസത്തിലേക്ക് ഈ ഓപ്പറേഷൻ നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 3-4 ദിവസം മോശമല്ലാത്ത ഒരു ക്ലൈമറ്റും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് കാലാവസ്ഥ മോശമാവുന്ന പ്രതികൂലമാവുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് അദ്ദേഹം പ്രസിനോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നാളെ അദ്ദേഹം ഇന്ന് പറഞ്ഞതുപോലെ ഏറ്റവും മോസ്റ്റ് പ്രോബബിളി ആയിട്ടുള്ള സിഗ്നൽ ലഭ്യമായിട്ടുള്ള സ്ഥലത്ത് അർജുൻ്റെ ട്രക്ക് ഉണ്ട് എന്നും ആ ട്രക്കിനുള്ളിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നാളെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകും അതിൻ്റെ മറ്റ് സാധ്യതകളെ സംബന്ധിച്ചും ഡൈവിങ്ങിനെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും കിടക്കുന്നില്ല. ഇന്നലെ ലഭ്യമായിരുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 5 സ്പോട്ടുകളിലായി ഈ സിഗ്നൽ കിട്ടിയിട്ടുള്ള 5 സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. എന്നാൽ അർജുൻ്റേത് ട്രക്ക് എന്ന് സംശയിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലുള്ള അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മോസ്റ്റ് പ്രോബബ്ലി സിഗ്നൽ ലഭ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ, ആ ലൊക്കേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്. ഉച്ചവരെ അങ്ങനെ ഒരു സാധ്യതയുണ്ടായിരുന്നില്ല. നേരത്തെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ബാരിക്കേഡിൻ്റെയോ അല്ലെങ്കിൽ ടവറിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൻ്റെയോ ഒക്കെ പാർട്സ് ആകാൻ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നടത്തിയിട്ടുള്ള ഡ്രോൺ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിശോധനയിലാണ് അർജുൻ്റേതിന് സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭ്യമായ സ്ഥലത്ത് നമുക്ക് നാളെ ഡൈവിംഗ് ആരംഭിക്കാം എന്നുള്ള നിലയിലേക്ക് ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കാണേണ്ടുന്ന ഒരു വസ്തുത, ആദ്യഘട്ടത്തിൽ നമുക്കുണ്ടായിട്ടുള്ള ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തം നടന്ന സ്ഥലത്തുണ്ടായിട്ടുള്ളൊരു അമാന്തം, ഒരു കാലതാമസം തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളെ വലിയ രൂപത്തിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അമാന്തത്തെ കുറിച്ച് പറയുമ്പോൾ ഈ അമാന്തം ഉണ്ടായത് വളരെ കൃത്യമായി കർണാടകയിലെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. പക്ഷേ അത് മറച്ചു വയ്ക്കാൻ വേണ്ടി നടത്തുന്ന ചില നുണപ്രചാരണങ്ങളുണ്ട്. അത് അർജുൻ്റെ കുടുംബത്തിന് നേരെയും ഇവിടെ നിന്നെത്തിയ രക്ഷാപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, ഒപ്പം തന്നെ ലോറി ഉടമകൾ എന്നിവർക്ക് നേരെയാണ്. അവരാണ് രക്ഷാപ്രവർത്തനത്തെ വഴിതിരിച്ചെന്ന തരത്തിൽ വലിയ തരത്തിലുള്ളൊരു നെറേറ്റീവ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് അർജുൻ്റെ കുടുംബത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈബർ ആക്രമണം എന്നുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവികാരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്, എല്ലാവരും പരിശ്രമിക്കുന്നത്, കൂട്ടായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നത്, മറ്റ് ജാതിമത ചിന്തകളൊന്നുമില്ലാതെ നമ്മുടെ കേരളത്തിൽ നിന്ന് ധാരാളം രക്ഷാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒഴുകിയെത്തിയവരെല്ലാം അവരുടെ മനസ്സിലെല്ലാം ഉള്ളത് അർജുനെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആശകളും ആശങ്കകളും ഒക്കെ അവർ പങ്കുവച്ചിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും അതിനെയെല്ലാം ഏതെങ്കിലും തരത്തിലൊരു സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്നത് ഈ അവസരത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മൾ സമ്മതിക്കേണ്ടുന്ന ഒരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർണാടകയിലെ ഈ മണ്ഡലം, ഈ പ്രദേശം ഉൾപ്പെടുന്ന മേഖലയിലെ MLA കൂടിയായിട്ടുള്ള ശ്രീ സതീഷ് സെയ്ദ്, അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നതാണ്. അദ്ദേഹം പോലും സമ്മതിച്ചിരിക്കുന്നു, ആദ്യഘട്ടത്തിൽ നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടത്ര രൂപത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. ഒരു ദുരന്ത മുഖത്ത് ആദ്യഘട്ടത്തിൽ കൊടുക്കേണ്ടുന്ന പരിഗണന കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. വേണ്ടത്ര എക്യുപ്മെൻറ്റ്സ് എത്തിച്ച് ആദ്യഘട്ടത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് പോലും എത്തുന്നത് ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പോരായ്മ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ മികച്ച രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭ്യമാകുമായിരുന്ന അഡ്വാൻറ്റേജ്, അതെല്ലാം ആ ആദ്യത്തെ 3-4 ദിവസത്തെ ഈ കാലതാമസത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്ത കുറവിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജുനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഇകഴ്ത്തിക്കെട്ടുകയോ ഒന്നും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൺസേണേ അല്ല. ഈ ഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഒരേ ഒരു വികാരം, എങ്ങനെയാണ് നമുക്ക് അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടി കഴിയുക, അർജുൻ്റെ ട്രക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുക, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരേ വികാരത്തിലാണ്. അർജുൻ്റെ കുടുംബം, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അർജുൻ്റെ വീട്ടിൽ പോയി അർജുൻ്റെ പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും അർജുൻ്റെ കുഞ്ഞിനെയും ഒക്കെ നേരിൽ കണ്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ എന്നറിയാത്ത നിലയിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു നിസ്സഹായമായി നിൽക്കുന്ന ഒരു കുടുംബം നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം സ്ഥിതി വ്യത്യസ്തമാണ്. എല്ലാ ആളുകളും രക്ഷാകര പ്രവർത്തനത്തിൽ നേരിട്ടിറങ്ങും. ഞാൻ താമസിക്കുന്ന തിരുവമ്പാടി പോലെയുള്ള മലയോര മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ധാരാളമായി നടക്കുന്നതാണ്. 2018, 2019, 2012 ഒക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരം ഘട്ടങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ക്രൈസിസിനെയെല്ലാം എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് നേരിടുന്നത്, അവിടുത്തെ ജനങ്ങൾ നേരിടുന്നതെന്നുള്ള എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തതയുള്ളതാണ്. എന്നാൽ ഒരു അന്യസംസ്ഥാനത്ത് പോയി അകപ്പെട്ടുള്ളൊരു കുടുംബം, അവർ ആഗ്രഹിക്കുന്ന നിലയിൽ ആ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വരുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം, ആ പ്രതികരണത്തെ ഉപയോഗപ്പെടുത്തി ആ കുടുംബത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അവർക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന നിലയിൽ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മളെല്ലാവരും കാണേണ്ടുന്നത് ഒരു കുടുംബത്തിലെ 2 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ പിതാവിനെയാണ് നഷ്ടപ്പെട്ടത്. അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് നമ്മൾ ഊർജ്ജസ്വലമായി നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയെ നമുക്കാർക്കും അത് തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വാഗ്വാദങ്ങൾ നടത്തുകയോ ഏതെങ്കിലും ഇലക്ഷൻ സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള വാഗ്വാദങ്ങളുടെ ഒന്നും വേദിയല്ല. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കുകയും പിന്നീട് അത് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നാളെ തുടർന്നാൽ നമുക്കെല്ലാവർക്കും ഒരു ശുഭകരമായ വാർത്ത ലഭ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ലിൻഡോ, ഇന്ന് അല്പം മുമ്പ് ഈ ഇന്ദ്രപാലൻ വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ട്രക്ക് കണ്ടെത്തി, ആ 4 സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്തിൽ 3-ാം സിഗ്നൽ ലഭിച്ചെടുത്തു നിന്നാണ് ട്രക്ക് കണ്ടെത്തിയെന്നാണ്. പക്ഷേ ഈ ട്രക്കിനുള്ളിലോ പുറത്തോ അർജുൻ ഉണ്ട് എന്നെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ പറയുകയും ചെയ്തു. അത് തെർമൽ പരിശോധന അടക്കം നടത്തേണ്ടതെന്ന് പറയുകയും ചെയ്തു. അതിൽ നമുക്ക് മനസ്സിലാകുന്നത് എക്സാക്റ്റായി അവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അർജുൻ അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും തെർമൽ ഇമേജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ വെള്ളത്തിൻ്റെ താപനിലയിലുള്ള വ്യത്യാസം രാത്രിയിലാണ് കുറച്ചുകൂടി സുഖകരമെന്നുള്ളതിൽ രാത്രിയിലും ആ പരിശോധന നടത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അർജുന ട്രക്കിലുണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുറത്താണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഇന്നലെ ഇവിടുത്തെ കർണാടകയിലെ റവന്യൂ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച, അദ്ദേഹം ഇത് കൺഫേം ചെയ്യാതെ ഇന്ന സ്ഥലത്ത് ട്രക്ക് ഉണ്ടോ
ട്രക്ക് കണ്ടെത്തി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശം അത് പൊതുവിൽ എന്താണ് ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന നിലയിലേക്ക് മാറി. എല്ലാവരും എന്താണ് ഒരു വലിയ പ്രതീക്ഷയിലേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ റിസൾട്ട് വന്നപ്പോൾ അതങ്ങനെ ആയിരുന്നില്ല എന്ന് സ്ഥിരീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഒരു വ്യക്തത, ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ സംഭവ സ്ഥലത്തു നിന്ന് കിട്ടുന്ന കൃത്യം ഡാറ്റ, എന്താണ് ആക്ച്വൽ ഡാറ്റ, ആ ആക്ച്വൽ ഡാറ്റ ഉപയോഗപ്പെടുത്തി ഒരു പ്രസ് റിലീസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രസ്സിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമെന്നേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. ആ സ്ഥലത്ത് 3 ദിവസമായുള്ള ലിൻഡോ ജോസഫ് എന്ന് പറയുന്ന MLA പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വരുത്തിയ ആ ഉദാസീനത, അലംഭാവം ഇപ്പോൾ നേടിയ അഡ്വാൻറ്റേജ് തടസ്സപ്പെടുത്താൻ, വൈകിപ്പിക്കാൻ കാരണമായി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി വന്നു പറയുകയാണ് ട്രക്ക് കണ്ടെത്തി, എക്സാക്റ്റ് ശരിയായ സ്ഥലത്ത് കണ്ടെത്തി എന്ന് പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കൽ. ആദ്യ ദിവസങ്ങൾ കേരളത്തിൻ്റെ ഇടപെടലുണ്ടായപ്പോൾ എവിടെ നിന്നോ ഒരു റഡാർ 2.5 അടി താഴെ മാത്രം പരിശോധിക്കാൻ കഴിയുന്ന IIT വിദ്യാർത്ഥികൾ പഠനത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റഡാർ കൊണ്ടുവന്ന് അവിടെ ചില പറ്റിക്കലുകൾ നടത്തി. മാധ്യമങ്ങളെയും കർണാടകത്തിലെ സർക്കാരിന് മനസ്സിലായില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്ര ശക്തമാണ്, മാത്രമല്ല കേരള സർക്കാർ ഇത്രയധികം ശക്തമായി ഇടപെടുന്നു, ഇവിടുത്തെ പൊതുജനങ്ങൾ വളരെ, അവിടെ ആരും ആവശ്യപ്പെടാതെ തന്നെ എത്തിച്ചേർന്ന 100 കണക്കിന് മലയാളികളുണ്ട് അർജുൻ രക്ഷപ്പെടുത്താനെത്തിയ. താങ്കൾ ആദ്യം പറഞ്ഞൊരു വിഷയമുണ്ട്, കർണാടകത്തിൽ ഈ മഴ സമയത്ത് നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടാകാറുണ്ട്, അതുകൊണ്ട് സ്വാഭാവികമായി പോയതെന്ന് ഒരു അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന തരത്തിലാണ് താങ്കൾ സമ്മതിക്കുകയും ചെയ്തത്. ഇവിടെ വളരെ കൃത്യമായി തന്നെ പറയേണ്ടി വരുന്നുണ്ട്, ഇത് വീഴ്ച തന്നെയാണ്, അതിനെ അങ്ങനെ ലാഘവത്തോടി കണ്ടുപോകാൻ കഴിയില്ല. താങ്കൾ പറഞ്ഞതിൽ തന്നെ ഉണ്ട് ഒരു വലിയ പ്രശ്നം. അങ്ങനെ ലാഘവത്തോടി കാണാൻ കഴിയുന്നതാണോ? 3 ദിവസം മലയാളിയായ ഒരാൾ അവിടെ കിടക്കുമ്പോൾ ആരൊക്കെയാണ് ഇടപെടേണ്ടത്, ആർക്കൊക്കെ ഇടപെടാൻ കഴിയുന്നുണ്ട്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, ദേശീയ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, കൃത്യമായി ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായോ? ഈ നേരത്തെ ലിൻഡോ ജോസഫ് MLA പറഞ്ഞു വെച്ചതുപോലെ ആക്യുറേറ്റ് ഡാറ്റ നൽകുന്നതിന് കർണാടക ഭരണകൂടത്തിന് കഴിഞ്ഞോ? ഇവിടെ ഇതുവരെ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഇതാണ്, ഇത്ര ലോറി ഞങ്ങൾ കണ്ടെത്തി, ഇത്ര മരണം അവിടെ ഉണ്ടായി, ഇത്ര പേർ ഉണ്ടായിരുന്നു, ഇനി ഇതാണ് നടക്കുന്നത്, ഇത്ര എക്യുപ്മെൻറ്റ്സ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന്, എന്തെങ്കിലും വിവരം നൽകാൻ ഈ കർണാടക സർക്കാരിന് കഴിഞ്ഞോ? എന്നിട്ട് വലിയ തരത്തിൽ ന്യായം പറയുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയത് കേരളത്തിൽ നിന്നവരാണ്. അത് ലജ്ജാവഹം എന്നല്ലേ പറയേണ്ടി വരുന്നത്? സേനാപതി വേണു. അല്ല, ഇവിടെ ഷിജു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് ആമേഴഞ്ചാൻ തോട്ടില് പട്ടാപ്പകല് കേൾക്കൂ. അല്ല, ഞാൻ ഷിജു പറഞ്ഞപ്പോ ഞാൻ കേട്ടോ, 48 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ ജീവനോടെ പോലും നമുക്ക് കിട്ടിയില്ല, പട്ടണത്തിന്റെ നടുവിൽ സംഭവിച്ചത്. ഇവിടെ റെജി ലൂക്കോസ് മുമ്പ് പറഞ്ഞ ഒരു കാര്യം, ഉത്തരകാശിയിൽ സാർ 18 ദിവസം അവർ ആ ടണലിന്റെ അകത്ത് കുടുങ്ങിപ്പോയി. ടണലിന്റെ അപ്പുറത്ത് ഓക്സിജൻ സൗകര്യവും അതിനകത്തോടെ കുഴലിലൂടെ അവർക്ക് എന്താ പറയുക ഭക്ഷണവും മറ്റ് സാധനങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞ് 18ാമത്തെ ദിവസമാണ് അവരെ പുറത്തെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇവിടെ ആദ്യത്തെ 2 ദിവസം ഈ വാർത്ത പുറം ലോകം അറിഞ്ഞില്ലെന്നേ. നമ്മൾ കേരളത്തിലുള്ളവർ അറിഞ്ഞായിരുന്നോ ഈ എന്താ പറഞ്ഞ അർജുന്റെ ലോറി കാണാതായിരിക്കുന്നു അല്ലെങ്കിൽ അർജുനെ കാണാതായിരിക്കുന്നു എന്നുള്ളത്? ആദ്യത്തെ 2 ദിവസം കേരളത്തിൽ ആരും അറിഞ്ഞില്ലോ, നിങ്ങളോ ഞാനോ നമ്മൾ ആരും അറിഞ്ഞില്ല. ആ 2 ദിവസം എന്ന് പറയുന്നത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതായിരുന്നു ഗോൾഡൻ അവേഴ്സ്, സുവർണ സമയം എന്ന് പറയുന്നത്. ആ സമയം നഷ്ടപ്പെടുത്തി. മറിച്ച് ഇതിനെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞതിന് ശേഷം കർണാടക ഗവൺമെന്റ് ഒരു അലംഭാവവും ഇല്ലാതെ, നമ്മൾ ഇവിടെ ഇരുന്ന് അവരെ അലംഭാവം എന്ന് പറയുന്നത് അതെന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോ മുമ്പ് അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഇപ്പൊ ഇന്ദ്രപാൽ വന്നതിന് ശേഷം, മേജർ ജനറൽ ഇന്ദ്രപാൽ വന്നതിന് ശേഷമാണ് നേവിയുടെ ആളുകൾ ഈ വാട്ടർ കറണ്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ അടിയൊഴുക്കിനെ കുറിച്ച്, അതുവരെ ഈ എന്താ പറഞ്ഞ നേവിയുടെ സ്കൂബ ടീം ഇതിന്റെ മുകളിൽ അവരാ പുറത്തുകൂടി നടന്ന പരിശോധനയിൽ വെള്ളത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ കാണുന്നില്ല. ആ വിവരമാണ്, അല്ലാതെ അവർ മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും വിവരങ്ങൾ മറച്ചതാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് 600 മീറ്റർ നീളത്തിൽ, 400 to 600 മീറ്റർ നീളത്തിൽ മണ്ണിടിഞ്ഞു കിടക്കുന്നു. അതിന്റെ ഉയരം എന്ന് പറയുന്നത് 10 മീറ്റർ മുതൽ 20-22 മീറ്റർ വരെയാണ്. അപ്പൊ ആദ്യം ചെന്നവരെല്ലാവരും പറഞ്ഞത്, ഞാനിപ്പോ ആദ്യം പറഞ്ഞവരെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല, മണ്ണിനടിയിൽ ലോറിയുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ പരിശോധന നടത്തിയത്. അത് റോഡ് ക്ലിയർ ചെയ്യാനല്ല, റോഡ് ക്ലിയർ ചെയ്യണം, ഈ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന് പരിശോധന നടത്താനായിട്ട്. ആ പരിശോധന പൂർത്തിയാക്കി ഏതാണ്ട് ഒരു 98%, അതാണല്ലോ അവിടുത്തെ റവന്യൂ മന്ത്രി പറഞ്ഞത്, 98%ഉം മണ്ണ് മാറ്റിയതിന് ശേഷം അവിടെ റോഡിൽ ലോറി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിപ്പോഴും കറക്റ്റ് ആണല്ലോ, ആ കാര്യത്തിൽ തെറ്റില്ലല്ലോ. അപ്പൊ അതിനുശേഷമാണ് വെള്ളത്തിലേക്ക് പരിശോധന. മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എയർഫോഴ്സ് ഒഴിച്ച്, കാരണം അവർക്ക് പ്രത്യേക റോളില്ല, NDRFന്റെ ടീം, നേവിയുടെ ടീം, കരസേനയുടെ ടീം, അവരെല്ലാം വന്ന്
പറ്റുന്ന രീതിയിൽ, അതായത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കൃത്യങ്ങളും ചെയ്യുന്നു. അവിടുത്തെ ഭരണകൂടം പൂർണ്ണമായിട്ട് നിൽക്കുന്നു. റവന്യൂ മന്ത്രി സ്ഥലത്തുണ്ട്, അവിടുത്തെ MLA സ്ഥലത്തുണ്ട്. ഇതെല്ലാം അറിയാം. കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന MLA മാർ, അവർക്കറിയാം അവിടെ നടക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂലം, ആ പ്രതികൂലത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ഈ കാലാവസ്ഥ എപ്പോഴാണ് പ്രതികൂലമായത്? ഈ പറയുന്ന അടിയൊഴുക്ക് ശക്തമായത് എപ്പോഴാണ്? കഴിഞ്ഞ 2 ദിവസം. അതിനും ആ അപകടമുണ്ടായ 3 ദിവസം കാലാവസ്ഥ അനുകൂലമായിരുന്നു, മഴയുണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം നദിയിൽ ഒഴുക്കില്ലായിരുന്നു. പിന്നൊരു പ്രശ്നം സേനാപതി വേണു, അന്ന് ഈ മണ്ണിടിച്ചിലുണ്ടായി, മണ്ണ് പുഴയിലേക്ക് വീണ് അതിന്റെ ഭാഗമുണ്ടായ തിരത്തള്ളലിനെ തുടർന്ന് 7 വീടുകൾ നശിച്ചു പോയി. അവിടെ ഒരു മരണം മറുകരയിലുണ്ടായി. അത് സർക്കാർ അറിഞ്ഞില്ലെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? 2 ദിവസം താങ്കൾ പറഞ്ഞല്ലോ, 2 ദിവസം അറിഞ്ഞില്ല എന്നുള്ളത്. ഒരു സർക്കാരിന്റെ സംവിധാനത്തിൽ നടക്കുമ്പോൾ ഒരു ജില്ലയിൽ ഒരു പ്രദേശത്ത് 7 വീടുകൾ ഒലിച്ചുപോയി, ഒരു മരണമുണ്ടായി, അത് അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ, അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും സേനാപതി വേണു? അല്ല, കേൾക്കൂ. ഒന്ന് അങ്ങ് ആ വഴിക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ പറയുന്ന പ്രദേശം വലിയ ജനവാസ കേന്ദ്രങ്ങളല്ല. ആളുകൾക്ക് വിശ്രമിക്കാനും ചെറിയ കടകളും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ 1-2 വീടുകളും മാത്രമല്ലാതെ ഒരു ജനവാസ കേന്ദ്രമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോറി ഒഴുകി പോകുന്നുവെന്ന്, അല്ലെങ്കിൽ ലോറി വെള്ളത്തിലേക്ക് പതിക്കുന്നുവെന്ന് കണ്ട ഒരാൾ പിന്നീട് വന്നതായിട്ട് പറഞ്ഞു. ഇത് കേരളത്തിൽ എവിടെയെങ്കിലുമാണ് അങ്ങനെ ഒരു കാഴ്ച കണ്ടതെങ്കിൽ ആ മനുഷ്യൻ എത്രയോ ആളുകളെ വിളിച്ചുകൂട്ടി വിവരമെങ്കിലും പറയും. ഇത് അറിയുന്നത് നമ്മൾ 6-7 ദിവസത്തിന് ശേഷമാണ് ഈ ആൾ പറയുന്നത് ഒരു ലോറി, അയാൾ പറഞ്ഞത് ശരിയാണോ എന്നറിയില്ല. അങ്ങ് സൂചിപ്പിച്ചത് ശരിയാണ്. ഈ വെള്ളത്തിന്റെ തള്ളലിൽ അപ്പുറത്തെ 6-7ഓളം വീടുകൾ അതെല്ലാം ഒലിച്ചുപോയി. പക്ഷെ ഞാൻ അവിടെ പ്രാദേശികമായിട്ടൊരു എന്താ പറഞ്ഞേ, താമസിക്കുന്ന ആളുകളിൽ നിന്നല്ലേ ഈ വിവരങ്ങൾ പുറത്തു വരണ്ടേ? ഒരു വിവരങ്ങളും പുറത്തു വന്നില്ല. അപ്പൊ ഗവൺമെന്റിന് പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടി, പരാതിയൊക്കെ അന്വേഷിച്ച് 3ാമത്തെ ദിവസമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, പുറം ലോകം ഈ വിവരം അറിഞ്ഞതിന് ശേഷം കർണാടകത്തിലെ ഭരണകൂടം അവർക്ക് ചെയ്യാവുന്ന മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ചൊല്ലുണ്ട് നമ്മുടെയൊക്കെ നാട്ടില്, സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ളത്. കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചല്ല, പണ്ട് കാലത്ത് ഒരു ചൊല്ലല. പക്ഷേ അത് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞത് കർണാടകത്തിലാണ്, സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ളത്. ലിൻഡോ ജോസഫ്, സേനാപതി വേണു പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്, അത് അറിയാൻ വൈകി. 2 ദിവസം അറിഞ്ഞില്ല, നമ്മൾ പറഞ്ഞില്ല, സർക്കാർ പറഞ്ഞില്ല. എത്ര ലാഘവത്തോടെയാണ് പറയുന്നത്. സംസ്ഥാനത്ത് നടന്ന വലിയൊരു അപകടം, 15 പേർ അവിടെ അപകടത്തിലിട്ട് മരി. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, എത്ര പേർ അപകടത്തിൽപ്പെട്ട് എത്ര പേർ മരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം തരാൻ കർണാടക സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് തന്നെ വൈകുന്നേരത്ത് താങ്കളോട് ഉണ്ടായിരുന്നു തോന്നുന്നു, പറയുമ്പോൾ 4 പേരോ മറ്റോ ഉണ്ടെന്നുള്ള വിവരങ്ങൾ മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ഒരു കണക്കുമില്ല. എന്താണ് ഈ സർക്കാർ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ഇന്നും കേരളത്തിലെ ജനത ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ ലിൻഡോ? ഹലോ ലിൻഡോ, പറയാം. പറഞ്ഞോട്ടെ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശ്രീ സേനാപതി പറഞ്ഞ ഒരു കാര്യത്തോട് വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 2 ദിവസം ഗോൾഡൻ അവേഴ്സ് ആയിരുന്ന 2 ദിവസം സംസ്ഥാന സർക്കാർ ഈ വിവരങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ തന്നെയാണ് ഞങ്ങളും പറയുന്നത്, അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും വലിയ പോരായ്മ നടന്നത് ഈ ആദ്യ 2 ദിനങ്ങളിലാണ്. എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളത് അതൊരു തെറ്റായ വാർത്തയാണ്. കാരണം ഇതൊരു വലിയ ദേശീയപാതയാണ്. ആ ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ ട്രക്കുകൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇനി അവിടെ പ്രതിഷേധം ഉണ്ടാകാൻ വേണ്ടി പിടിച്ചിട്ടിരിക്കുന്ന ട്രക്കുകളുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ട്രക്കുകൾ സഞ്ചരിക്കുന്ന ഒരു വലിയ ദേശീയപാതയിൽ 400ഓളം സ്ഥലത്ത് സ്ലൈഡിങ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ടുള്ള വിവരം. ആ 400ഓളം സ്ലൈഡിങ് ഉണ്ടായി. അതിലേറ്റവും ഭീകരമായിട്ടുള്ള സ്ലൈഡിങ് ഉണ്ടായ സ്ഥലത്തു നിന്നാണ് നമുക്ക് അർജുന നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു കാര്യം സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് പിന്നെ എന്താണ് ജോലി എന്നുള്ളതൊരു സാമാന്യമായിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇദ്ദേഹം പറയുന്നത് പോലല്ല, ഇദ്ദേഹം ഈ പറഞ്ഞ സ്ഥലത്തെ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിൽ ഈ തലേ ദിവസം, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്നതിന് തലേ ദിവസം കനത്ത മഴയെ തുടർന്ന് ഈ പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അവിടെ ഒരു ലാൻഡ് സ്ലൈഡിങ്ങിന് അല്ലെങ്കിൽ മഴയുടെ തീവ്രതയ്ക്ക് കൂടുതലുണ്ട്, ഒരു അപകടം ഉണ്ടാകാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ള നിലയിൽ ഒരു ഇൻഫർമേഷൻ അവിടെ പാസ് ചെയ്തിട്ടുണ്ട്. ചില ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയൊരു വിവരമാണ്. അവിടെ ആ സമയത്ത് ഒഴിപ്പിച്ച ആളുകൾ ചില ആളുകൾ മാറിയിട്ടില്ല, കൃത്യമായ ഡയറക്ഷനോ മറ്റോ കിട്ടാത്തത് കൊണ്ടായിരിക്കും. അവിടേക്കാണ് ഈ പറയുന്ന പോലെ ഓപ്പോസിറ്റ് സൈഡിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7ഓളം വരുന്ന വീടുകൾ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള അവിടെയൊക്കെയുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ കുറ്റം പറയുകയല്ല, ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അധികാരികൾക്ക് പോലും അറിയില്ല. ഞങ്ങൾ ആദ്യത്തെ ദിവസം വന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ
ആരൊക്കെയാണ് അതിൻ്റെ അകപ്പെട്ടത്, ആരൊക്കെയാണ് കാണാതായത്, ആരെയൊക്കെയാണ് നഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണ് നഷ്ടങ്ങൾ ഉണ്ടായി, ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ ഏതെങ്കിലും ഉൾനാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന മേഖലയിലോ വാഹനങ്ങൾ എത്തിച്ചേരാൻ വേണ്ടി കഴിയാത്ത മേഖലയിലോ ഉണ്ടായിട്ടുള്ള അപകടമല്ല. ഏത് മാർഗത്തിലും എത്ര വലിയ എക്യുപ്മെൻറ്റും എത്ര വലിയ സാഹസികമായ എക്യുപ്മെൻറ്റും എത്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ദേശീയപാതയാണ്. ഇനി ഹെലികോപ്റ്ററിന് പോലും വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന അത്രമാത്രം വലിപ്പത്തിലുള്ള ഒരു ദേശീയപാത. എത്ര വലിയ എക്യുപ്മെൻറ്റും ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ 60 അടി നീളമുള്ള ഈ പറഞ്ഞിട്ടുള്ള ബൂം എക്സ്കവേറ്റർ അവിടെ എത്തിച്ചല്ലോ. അപ്പോൾ അത്തരം എത്ര വലിയ ഉപകരണങ്ങൾ വേണമെങ്കിലും എത്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥലമാണ് അത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രയും വലിയൊരു ദേശീയപാതയിൽ ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് ആദ്യത്തെ 2 ദിവസം ആരും അറിഞ്ഞിട്ടില്ല എന്ന് സേനാപതി സമ്മതിക്കുന്നുണ്ട് എങ്കിൽ അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ വന്ന ഒരു ഭീകരമായിട്ടുള്ളൊരു വീഴ്ചയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ ലിൻഡോ, സേനാപതി വേണു കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അത് കാര്യം. എന്നാലും സേനാപതിയിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ ശ്രീ പ്രസാദ്, സാധാരണഗതിയിൽ താങ്കൾ ഇത്തരത്തിലുള്ള ചില ദുരന്ത മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട്. എങ്ങനെയാണ് ഒരു മോഡസ് ഓപ്പറാൻഡി എന്ന്? കാരണം ഒരു ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടാകുന്നു. മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു മേഖല, മണ്ണിടിച്ചിലുണ്ടായത് ഒരു പുഴ അരികിലാണ്, മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഒരു വാഹനം കൊണ്ടുവന്ന് മണ്ണിടിച്ചിലുണ്ടായ റോഡിൽ മാത്രമാണ് പരിശോധന നടത്തുക. സമാന്തരമായി നമ്മുടെയൊക്കെ കേവല യുക്തി അനുസരിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു ഇത്തരത്തിൽ അപകടമുണ്ടായാൽ സമാന്തരമായി തന്നെ പുഴയിലും പരിശോധന നടത്തും, അതേസമയം ഈ കരയിലും പരിശോധന നടത്തും. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യം വരുന്നു, പുഴയിൽ പരിശോധന നടത്തുന്നു, പിന്നീട് നാട്ടിൽ ആരൊക്കെയോ പറയുന്നു കേട്ടെന്ന് പറഞ്ഞ് കരയിലേക്ക് പോകുന്നു. യാതൊരു വ്യക്തതയുമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തന രീതിയായിരുന്നു അവിടെ കണ്ടത്. അങ്ങനെയാണോ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിക്കേണ്ടത്? താങ്കളുടെ അനുഭവ പരിചയത്തിൽ നിന്ന് അവിടെ തന്നെ ഒരു വീഴ്ച പറ്റിയില്ലേ? ഈ വൈകി വന്നു 2 ദിവസം കഴിഞ്ഞു എന്നുള്ളതിന് ഉപരിയായി എങ്ങനെയാണ് ശാസ്ത്രീയ മാർഗത്തിൽ അല്ല ഈ രക്ഷാപ്രവർത്തനം നടത്തിയെന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടില്ലേ? അവിടെ ദുരന്ത നിവാരണത്തിന് സേന എത്തിക്കഴിഞ്ഞാൽ അത് അഗ്നിശമന സേനയുണ്ടാകും, പിന്നെ NDRF ഉണ്ടാകും. ഏതൊക്കെ ഏജൻസികൾ വന്നാലും അവർ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ കീഴിൽ വിവിധ ആംഗിളിൽ അത് പരിശോധിച്ച് ഏത് രീതിയിലായിരിക്കാം അപകടം നടന്നതിനെ സംബന്ധിച്ച് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ആ ഒരു ചെയിൻ ഓഫ് കമാൻഡിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒട്ടും സമയം കളയാതെ അവിടെ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്ന സിറ്റുവേഷൻ അസസ് ചെയ്യണം, എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ എല്ലാവരും പരസ്പരം ആലോചിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് പറ്റിയ ഒരു അമാന്തം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടെ തുടങ്ങിയ സമയത്ത് തന്നെ ഏതൊക്കെ രീതിയിൽ അവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് സംബന്ധിച്ച് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ശരിയായൊരു ധാരണ കിട്ടുന്നില്ല. പക്ഷെ ചെയ്യേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞാൽ വിവിധ ഏജൻസികൾ, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും സാധ്യമായ രക്ഷാപ്രവർത്തനം നടത്തുകയും നമ്മളുടെ പരിധിക്ക് വിട്ടതാണ് കാരണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള മിലിറ്ററിയുടെ സഹായം തേടിക്കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആദ്യം വേണ്ടി വരുന്നത് ഒരു ഏകോപനം, കോർഡിനേഷൻ. ആ കോർഡിനേഷൻ ഉണ്ടാകണമെങ്കിൽ കൃത്യമായൊരു കാഴ്ചപ്പാട് ഇത്തരം കാര്യങ്ങളിൽ ഭരണകൂടത്തിനുണ്ടാകണം. ഭരണകൂടത്തിനുണ്ടാകണമെങ്കിൽ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ജില്ലാ ഭരണകൂടം. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ നേതൃത്വവും ഏകോപനം ഏറ്റെടുക്കുന്ന ജില്ലാ ഭരണകൂടം തന്നെയാണ്, കളക്ടറാണ്. അപ്പോൾ അതിന് എങ്ങനെയൊക്കെയാണ് ഇത്തരം ദുരന്തങ്ങളിൽ പ്രവർത്തിക്കേണ്ടതെന്നുള്ള ഒരു സംസ്ഥാനത്തിന് പൊതുവായ ചില മാർഗ്ഗരേഖകൾ ഉണ്ടാകും. അങ്ങനെ ഇടപെടേണ്ടതില്ല എന്ന തരത്തിലുള്ളൊരു പെരുമാറ്റം അവിടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. താങ്കൾ രണ്ടാമത് പറഞ്ഞ ചെയിൻ ഓഫ് കമാൻഡ്, ആ ചെയിൻ ഓഫ് കമാൻഡും കറക്റ്റായിട്ട് ഇവിടെ നടന്നിട്ടില്ല. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്ത് കഴിഞ്ഞ ഈ സംഭവം ഉണ്ടായി ഇന്ന് 10ാം ദിവസം. ഈ 10 ദിവസത്തോളവും മാധ്യമങ്ങളടക്കം നമ്മളടക്കം കൈരളി അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ശരിയായ രീതിയിലില്ല. ഇവിടെ നിന്ന് മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊരു കണക്ക് തരൂ, എന്താണ് അവിടെ സംഭവിച്ചത്? അന്നേ ദിവസം എത്ര വാഹനങ്ങൾ അവിടേക്ക് പോയി, എത്ര മനുഷ്യർ ആ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ട്, അർജുനോടൊപ്പം പെട്ടവർ എത്ര പേരെയാണ്, എത്ര മൃതദേഹങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ട്? ഒരു കണക്കുമില്ലാതെ, ഒരു ഡാറ്റയും ഇല്ലാത്ത ഒരു സർക്കാർ. ആ ഡാറ്റ എടുക്കാൻ അവർക്ക് താല്പര്യം. ഇതാണ് 2
സർക്കാരുകളുടെ ഒരു വ്യത്യാസം തന്നെ. കേരളത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിലൊരു അപകടമുണ്ടായാൽ ദുരന്തമുഖത്ത് പണ്ട് നമുക്ക് ഓർമ്മയുണ്ട്, പ്രളയകാലത്ത് മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതെങ്ങനെ നമ്മൾ നേരിടുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് പറയുന്ന ഒരു നേതൃത്വ പാഠവുമുണ്ട്, ഒരു ഏകോപന ശൈലിയുമുണ്ട്. അത് കർണാടകത്തിലില്ലായിരുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമായത്? ഷിജു, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ ചില കാര്യങ്ങൾ വീണ്ടും കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായി. ഈ സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം കിർഗിസ്ഥാനത്തിന് അങ്ങ് വിദൂരമായ കിർഗിസ്ഥാനിൻ്റെ അതിർത്തിയിൽ ഒരു വലിയ മലയുടെ മുകളിൽ കൊടും വനത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ തകർന്നു വീണു. 9ാമത്തെ മിനിറ്റിൽ അൽ ജസീറ ഇത് ലോകത്തെ അറിയിച്ചു. 11ാമത്തെ മിനിറ്റിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും അത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുത്തു. അപ്പോഴാണ് കർണാടകത്തിലെ മംഗലാപുരത്ത് നിന്നും കാർവാർ ഗോവ വഴി പനവേലിലുള്ള ഈ അതിപ്രധാനമായ ഈ രാജ്യത്തെ ഒരു നാഷണൽ ഹൈവേയിൽ പട്ടാപ്പകൽ രാവിലെ 8:45 ഈ പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് 2 ദിവസം പുറലോകം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ സർക്കാർ ഇരുണ്ട യൂത്തിൽ ജീവിക്കുകയാണ്. എന്തൊരു ചോദ്യമാണ്! ആ ചോദ്യം തന്നെയാണ് ഇന്നിപ്പോൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ, 3ാമത്തെ ദിവസം രാവിലെ ഈ പറയുന്ന പ്രിയപ്പെട്ട അർജുൻ്റെ സഹോദരൻ അവിടുത്തെ ഈ പറയുന്ന ഷിരൂരിലെ സർക്കിൾ ഇൻസ്പെക്ടറെ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടപ്പോൾ അയാൾ തട്ടിക്കയറി ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അയാൾ അറിഞ്ഞില്ലേ? അയാൾ അറിഞ്ഞെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ജില്ലാ ഭരണകൂടം അറിഞ്ഞു. അറിയാതിരിക്കുന്നത് എങ്ങനെയാ? കാരണം അവിടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ അന്ന് ഒരു ടാങ്കർ, ആ ടാങ്കർ ഈ ഇതിനോടൊപ്പം അവിടുത്തെ ആറ്റിപ്പോയപ്പോൾ അതിൻ്റെ ബുള്ളറ്റ് 8 കിലോമീറ്ററിന് അപ്പുറത്ത്, അതായത് നിറഞ്ഞ വാതകമുള്ള ഒരു ബുള്ളറ്റ് അവർ പോയി ഇവാക്യുവേറ്റ് പോയി കരയ്ക്കടുപ്പിച്ചു. എന്താ അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഈ വിവരം അറിയുന്നത്? തന്നെ. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ സർക്കാരുകളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഇവാക്യുവേഷൻ പരിപാടി തുടങ്ങിയത് 3ാമത്തെ ദിവസം വൈകുന്നേരം. 4ാമത്തെ ദിവസമാണ് വ്യക്തമായിട്ടും പറയാൻ പറ്റും. അവർ വാച്ചേ നോക്കിയല്ലേ അവർ രക്ഷാപ്രവർത്തനം നടത്തിയത്. നേരത്തെ ഒരു IIT-യിലെ കുട്ടികൾ കൊണ്ടുവന്ന 3.5 അടി മാത്രം ഫ്രീക്വൻസിയുള്ള ഒരു റഡാറിലൂടെ അവർ ഈ മണ്ണിൻ്റെ സ്ഥലത്തേക്ക് പോയി നോക്കിയിട്ട് അവരെന്താ പറഞ്ഞു? ആദ്യം പറഞ്ഞു 2 സിഗ്നൽ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി കേരളത്തിലെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ട വേറൊരു വൈരുദ്ധ്യമുണ്ട്. ഇവർ രഞ്ജിത്ത് ഇസ്രായേലിനെ പഴി പറഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. 60,000 ടൺ മണ്ണ് അവിടെ അടിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ഏകദേശ കണക്കുകൾ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടു, ജില്ലാ അഡ്മിനിസ്ട്രേഷൻ പുറത്തുവിട്ടു. സ്വാഭാവികമായിട്ട് അതിൻ്റെ അടിയിൽ 40 ടൺ ഭാരമുള്ള ഒരു ലോറി ആ മണ്ണിനടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? ഇനി ഇവർക്ക് വെള്ളത്തിനകത്താണ് ഇതുണ്ടെന്നുള്ള ഉറപ്പാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ ആറ്റിലേക്ക് ഈ മണ്ണ് മുഴുവൻ കൊണ്ട് ഡംപ് ചെയ്തത്? അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് മുഴുവൻ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്. ഞാൻ പറയുന്നു, ഈ പറയുന്ന 2 ദിവസം പൂർണ്ണമായിട്ട് ഈ ലോകത്തെ അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ ഭരണകൂടത്തിന് അവിടെ തുടരാനായിട്ട് അർഹതയുണ്ടോ? ആ നാട്ടുകാരുൾപ്പെടെയുള്ളവർ ഈ ദുരന്തത്തിലകപ്പെട്ടിട്ട്, അത് കൂടാണ്ട് തന്നെ നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടും ഒരു നാഷണൽ ഹൈവേയിലുണ്ടായ ഈ അപകടം 2 ദിവസം പുറലോകം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മഹാ കഷ്ടമെന്നല്ലാണ്ട് എന്തു പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് ഇവർ അറിയിക്കാതിരുന്നത്? അവർ മൂടി വെക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ദുരന്തങ്ങളുണ്ടായാൽ തങ്ങളുടെ പൗരന്മാരെ നഷ്ടപ്പെട്ടാലും ഏതെല്ലാം രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചാലും അവിടെ അവരെന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുത്ത് ഇതെല്ലാം ഒതുക്കുക. അവിടാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പേരിട്ട് നിൽക്കുന്നത്. 2018 പ്രളയത്തിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അതിനു മുമ്പ് ഇന്ത്യക്ക് മാതൃകയായ വേറൊരു ഇവാക്യുവേഷൻ കേരളം നടത്തി. ഓഖി പുറംകടലിൽ ഇതുവരെ കേരളത്തിന് പരിചിതമല്ലാത്ത രീതിയിൽ ഓഖി ചുഴലിക്കാറ്റടിച്ചപ്പോൾ പുറംകടലിൽ നിന്ന് 2200 മത്സ്യത്തൊഴിലാളികളെ ഇവാക്യുവേറ്റ് ചെയ്ത് ഷിപ്പിലും എയർലിഫ്റ്റും ചെയ്ത് കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മുൻപരിചയമില്ലാതെ കൊണ്ട് നേവിയെ സഹിതം പുറത്തിറക്കി മരണസംഖ്യ ഗണ്യമായിട്ട് കുറച്ച അത് ദേശീയ മാധ്യമങ്ങളല്ല BBC വരെ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെ സാധിച്ചു? ആധുനികമായുള്ള യാതൊരു സംവിധാനമില്ലാത്തൊരു സംസ്ഥാന സർക്കാർ ഇതെങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്ത് ചോദിച്ചാൽ ലോകപ്രശസ്തമായ ഒരു രക്ഷപ്പെടുത്തൽ നടന്നതാണ് ഈ കേരളം. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായില്ലേ, ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ അദ്ദേഹം വഴിതെറ്റിച്ചെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ കേൾക്കാൻ മാത്രമുള്ള പരിചയമുള്ളൂ ഈ കർണാടക സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർക്ക്? എന്തിനാണ് ഇവർ 6ാം ദിവസം സൈന്യത്തിനെ വിളിച്ചു വരുത്തിയത്? എന്നിട്ട് സൈന്യത്തിനെ പഴി പറഞ്ഞുകൊണ്ട് ഇവരെ കുറേ ആളുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സേനയെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. സേനയെ 6ാം ദിവസം വിവരം അറിയിച്ചു. സേനയ്ക്ക് അതിന് ഗൗരവം അറിയത്തില്ല. അവർ 5 കിലോമീറ്റർ ബൽഗാമിൽ നിന്ന് യാത്ര ചെയ്ത് അവിടെ വന്നു. സേനയുടെയിലും കാര്യം വിവരണമില്ല. പിറ്റേ ദിവസം സേന വന്നു. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ അവിടെ ലാൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇന്നാണ് 10ാം ദിവസം. ഇന്നും 3 ലൊക്കേഷൻ അത് കണ്ടുപിടിച്ചു. എന്തിനറിയാം? ഹൈബുവും ഒരു എക്സ്കവേറ്റർ അവിടെ എത്തിച്ചതാരാ? സ്വന്തം കയ്യിലെ കാശ് മുടക്കിക്കൊണ്ടായ MLA കാർവാറിലെ
മംഗലാപുരത്തുനിന്ന് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു റഡാറോടെ കൊണ്ടുവന്നാരാ 40,000 മുടക്കി ആ കോൺഗ്രസ് MLA, പിന്നെ സതീഷ് സൈൽ എന്ന് പറയുന്ന MLA. ഇനി രണ്ടാമത്തെ കാര്യം, ഈ 10ാമത്തെ ദിവസമല്ലേ അവർക്ക് ഹൈ ഫ്രീക്വൻസി ഉള്ള റഡാർ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൂ. എന്തൊരു ഭരണകൂടമായത്, എന്തൊരു അഡ്മിനിസ്ട്രേഷനായത്. ഒരു VIP അല്ലല്ലോ, ഒരു ഡ്രൈവറല്ലേ മണ്ണിനടി കിടക്കണമെന്ന് ചോദിച്ചു. പോലീസ് സൂപ്രണ്ട് ഉണ്ടായില്ലേ അവിടെ? ആ താങ്കൾ പറഞ്ഞാണ് ആദ്യത്തെ ചോദ്യങ്ങൾ അതായിരുന്നു. ആരാണ് VIP ആണോ മണ്ണിൽ കിടക്കുന്നത്? അതൊരു ലോറി ഡ്രൈവർ അല്ലേ? അതായിരുന്നു ഒരു മനുഷ്യനെ കുറിച്ചുള്ള കർണാടക സർക്കാരിന്റെ കാഴ്ചപ്പാട്. ലിൻഡോ ജോസഫിലേക്ക് ഒരിക്കൽ കൂടി വരിക. ലിൻഡോ, ഈ ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞൊരു കാര്യം ആദ്യം നമ്മൾ സൂചിപ്പിക്കാൻ ഒരു കാര്യം പ്ലീസ് പറഞ്ഞോളൂ. ഒരു കാര്യം പറയാം. കേരളത്തിൽ നിന്ന് അവിടെ ആരെല്ലാം എത്തി? കർണാടകത്തിലെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയോ കേരളത്തിൽ അവിടുത്തെ ഒരു MP, ആ MP ഇന്നും വരെ അവിടെ എത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു മന്ത്രി അവിടെ എത്താനായിട്ട് എത്ര ദിവസം പാഴായി, എത്ര ദിവസം കഴിഞ്ഞു? കേരളത്തിലെ നമ്മുടെ ജനനേതാക്കൾ ഇപ്പോൾ ഈ ചർച്ചയിൽ വിളിക്കുന്നത് ബഹുമാനപ്പെട്ട ഷിൻഡോ ജോസഫ് MLA സഹിതമുള്ളവർ അവിടെ പോയി തമ്പടിക്കുകയാണ്. എത്ര ദിവസമായിട്ട്? എന്തിനാ? ഒരു മലയാളി എന്നുള്ള പേരിലല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അതാണ് കേരളം പഠിപ്പിച്ചിരിക്കുന്ന സാഹോദര്യം. അതിനെതിരെയാണ് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ദുഃഖകാരുടെ കുടുംബത്തെയും ലോക മലയാളികളെയും അധിക്ഷേപിച്ചുകൊണ്ട് ഇവർ അധിക്ഷേപങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ പുറത്തിറക്കിയിരിക്കുന്നത്. സേനാപതി രാജുവിനെ പോലുള്ളവർ അംഗീകരിക്കുന്നത് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. ശരി റെജി ലൂക്കോസ്. ലിൻഡോ, ഇവിടെ സൂചിപ്പിച്ചൊരു വിഷയം, ഈ അന്ന് ഈ മണ്ണ് കരയിൽ നിന്നുള്ള റോഡിൽ നിന്നുള്ള മണ്ണ് ഇറക്കി ഇവർ പുഴയിലേക്ക് ഇടുകയായിരുന്നു. ഇന്ന് ആ പുഴയിലിട്ട മണ്ണ് വീണ്ടും കരയിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യം. അങ്ങനെ വലിയൊരു അബദ്ധം അവിടെ പറ്റിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, കൃത്യമായിട്ടുള്ള ഒരു റെസ്ക്യൂ പ്ലാൻ ഈ കർണാടക സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് ആര് നിഷേധിച്ചാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഇവർ കുറ്റപ്പെടുത്തുന്ന ആളുകൾ പറയുന്നത് അനുസരിച്ച് ചെയ്യപ്പെടേണ്ടുന്നൊരു കാര്യമല്ലല്ലോ അത്. സ്റ്റേറ്റിനൊരു പ്ലാൻ ഉണ്ടാവണമല്ലോ. ആ സ്റ്റേറ്റിൻ്റെ പ്ലാൻ അനുസരിച്ച് വേണമല്ലോ കാര്യങ്ങൾ ഉണ്ട്. ഞങ്ങൾ എത്തിയ ദിവസമാണ് ഒരു SOP പോലും, സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേഷൻ പ്രൊസീജിയർ പോലും കർണാടക സ്റ്റേറ്റ് പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സിസ്റ്റമാറ്റിക്കായ നിലയിലേക്ക് ഈ രക്ഷാകര പ്രവർത്തനങ്ങളെല്ലാം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതുവരെ ആരൊക്കെയോ ലീഡ് ചെയ്യുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, ആരൊക്കെയോ ചില മാധ്യമങ്ങളെ കാണുന്നു, ആരൊക്കെയോ അഭിപ്രായ പ്രകടനങ്ങൾ പറയുന്നു, ഒന്നിനും ഒരു കോർഡിനേഷൻ ഇല്ലാത്ത നിലയിൽ എല്ലാവരും ഉണ്ട്. പക്ഷേ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു അസ്വാഭാവികമായി നിലനിൽക്കുകയാണ്. ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു കൃത്യമായ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഗൈഡിൽ ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ കാണുന്ന ഗോൾഡൻ ഹവേഴ്സിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതാണ് നേരത്തെ ഞങ്ങളെല്ലാം സൂചിപ്പിച്ചത്. വളരെ വേഗം തിരികെ ഒരു ഇടവേള അനിവാര്യമായിരിക്കുകയാണ്. ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ലിൻഡോ ജോസഫ് പറഞ്ഞു തന്നെയാണ് ചാനലുകളിലൂടെ മാധ്യമങ്ങളിലൂടെ ലോകം കണ്ടുകൊണ്ടിരുന്നത്. ഈ ചർച്ചയിൽ സേനാപതിയോട് നമ്മൾ ചർച്ചയിലുടനീളം ബോധപൂർവം മറയ്ക്കാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ചർച്ച ചെയ്തു, കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം വഴിതെറ്റിക്കാൻ ശ്രമിച്ചത് കേരളത്തിൽ നിന്നുള്ളവരാണ്. രഞ്ജിത്ത് ഇസ്രായേൽ, ചില മാധ്യമങ്ങൾ, ഒപ്പം മനാഫ് എന്ന് പറഞ്ഞ ലോറി ഉടമ അടക്കമുള്ളവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വലിയ അപവാദ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തായാലും ബോധപൂർവ്വം അത് സേനാപതി വേണു പറഞ്ഞില്ല. അത്രയും കാര്യം നന്നായി എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സേനാപതി വേണു. ഈ കേരളം എങ്ങനെയാണ് ദുരന്തമുഖങ്ങളെ നേരിട്ടതെന്നും വലിയ വലിയ പ്രളയങ്ങളെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ നേരിട്ടവരാണ് നമ്മളെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ആയിരുന്നു ഈ സർക്കാർ പെരുമാറേണ്ടതെന്നുള്ള ചോദ്യം തന്നെ ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യ ദിവസങ്ങളിൽ ഈ മനാഫ് അടക്കമുള്ള ലോറി ഉടമകൾ അവിടെ രക്ഷാപ്രവർത്തകരെ കൊണ്ടു ചെന്നപ്പോൾ അവരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവരെ കയ്യേറ്റം ചെയ്തു. ജിതിൻ എന്ന് പറയുന്ന അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഇത് 2 ദിവസമാണ് അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത്. അത് തന്നെ ലിൻഡോ ജോസഫ് താങ്കൾക്ക് കൃത്യമായ മറുപടി നൽകി. വളരെ നേരത്തെ തന്നെ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ആ ദേശീയപാത വരുന്ന എക്കോളജിക്കലി ഫ്രജൈൽ ഒരു മേഖലയാണ്. ഏത് സമയത്തും മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു മേഖലയാണ്. അവിടെ ദേശീയപാത വന്നത് എങ്ങനെയെന്നുള്ളത് പിന്നീട് പരിശോധിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ വളരെ കൃത്യമായൊരു ധാരണ അവിടെ ഭരണകൂടത്തിനുണ്ടായിരുന്നു. എന്നിട്ട് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. എന്നിട്ട് ഈ അപകടം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കരുത്. അത് ശരിക്കും താങ്കളുടെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. അതിന് പറ്റിയ വീഴ്ച എന്ന് തന്നെ സമ്മതിക്കുന്നതാണ് ഏറ്റവും വലിയ മഹത്വം എന്നാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. സേനാപതി വേണു, നമ്മളിപ്പോൾ കാർവാറില് ഷിരൂരില് ലോറി പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണല്ലോ ഭരണകൂടത്തിന്റെ കുഴപ്പം. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിനകത്തൊരു സാധു തിരൂരിൽ ലോറി പോയത് മാത്രമല്ല, അവിടെ നമ്മൾ ചർച്ച ശ്രീ സേനാപതി വേണു, നമ്മൾ ചർച്ച ചെയ്യുന്നത് അർജുൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ അവിടെ വീണു.
ആ മണ്ണിനടിയിൽപ്പെട്ടു. സർക്കാർ കൃത്യമായി ഇടപെടുന്നു. മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, 2 മന്ത്രിമാർ ഇടപെടുന്നു. അങ്ങനെ കൃത്യമായി ഇടപെടുന്നു. അവിടെ പോകുന്ന MLA-മാരോട് തമ്പടിക്കുന്നു. അപ്പോഴും അർജുന് വേണ്ടി മാത്രമല്ല, അതിനടിയിൽപ്പെട്ട എല്ലാ മനുഷ്യരെയും രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. താങ്കൾ വീണ്ടും അതിനെ ലഘൂകരിച്ചുകൊണ്ട് ലാഘവത്തോടെ കാണുകയാണ് ശ്രീ സേനാപതി വേണു. ഞാൻ ലഘൂകരിച്ചതല്ലോ സിജു, ഞാൻ ലഘൂകരിച്ചതല്ലോ. ഞാനൊരു ചോദ്യമല്ലേ ചോദിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ തിരുമല രവി എന്ന് പറയുന്ന രവീന്ദ്രൻ നായരെ 48 മണിക്കൂറിന് ശേഷം ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇനി ഓഖി ദുരന്ത കാലത്ത് മുഖ്യമന്ത്രി പൂന്തുറ തുറമുഖത്ത് നിന്ന് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഓടിയ വിവരം റെജി ലൂക്കോസ് മറന്നതാണോ അദ്ദേഹം ബോധപൂർവം മറന്നതാണോ പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഓഖി ദുരന്ത കാലത്ത് ആളുകളെ രക്ഷിച്ചത് ഇന്ത്യൻ നാവികസേനയുടെ വിവിധങ്ങളായ കപ്പലുകൾ അവർ നടത്തിയ സെർച്ചിലാണ് റജി. അല്ല ശ്രീ സേനാപതി വേണു, താങ്കൾ പറഞ്ഞ അതേ നുണക്കഥ തന്നെയാണ് ഇപ്പോഴും ചില ആളുകൾ അപവാദ പ്രചരണങ്ങളായി അർജുന്റെ കുടുംബത്തിനെതിരെ മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമയ്ക്കെതിരെ, മലയാളികൾക്കെതിരെ വലിയ തരത്തിൽ. ഇവിടെ ശ്രീ സേനാപതി വേണു, ഇതിനെ അങ്ങനെ കാണരുത്. ഈ വിഷയത്തിനെ അങ്ങനെയല്ല കാണുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ ഇത്തരത്തിൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സേനാപതി, എന്തുകൊണ്ട് ഈ അപവാദ പ്രചരണങ്ങൾ അർജുന്റെ കുടുംബത്തിനെതിരെ നടക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ താങ്കൾ കഴിയുന്നില്ല? അത് താങ്കൾക്ക് പറയാൻ കഴിയുന്നില്ല എന്താണ് പറയാത്തത്? ശരിയല്ല താങ്കൾക്ക് പറയാൻ പറ്റാത്തത് എന്താണ്? അവർക്കെതിരെ ഇങ്ങനെ അപവാദ പ്രചരണം നടത്താൻ കഴിയുമോ? വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു കുടുംബം, മകൻ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കുടുംബം, അവർക്കൊപ്പമാണ് ഈ മലയാളികളെന്നടങ്കം. താങ്കളുടെ സങ്കുചിതമായ രാഷ്ട്രീയം വെച്ച് ഇങ്ങനെ പെരുമാറരുത് ശ്രീ സേനാപതി വേണു. അല്ല, എന്റെ സങ്കുചിത ഇവിടെ എന്ത് സങ്കുചിതമായ താങ്കൾക്ക് എന്നോട് പറയാൻ കഴിയുന്നില്ല ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് പറയാം. അവിടെ വീഴ്ച പറ്റി, ഈ കുടുംബത്തോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, അത് താങ്കൾക്ക് പറയാൻ കഴിയാത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ടയിൽ നിങ്ങൾ വർത്തമാനം പറഞ്ഞു, ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഇതിന് മറുപടി, എനിക്ക് പറയാൻ പറ്റുന്ന മറുപടികൾ ഞാൻ പറയും. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ഞാൻ ഓഖി ദുരന്ത കാലത്ത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് പോലീസിന്റെ വാഹനത്തിൽ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രി വന്നതിന് ശേഷം ആളുകളെ സമാധാനിപ്പിച്ച് കേന്ദ്രത്തിന്റെ നേവിയുടെ കപ്പലുകൾ വന്ന ആളുകളെ എന്താ പറയുക രക്ഷാപ്രവർത്തനം നടത്താമെന്ന ഉറപ്പ് കൊടുത്ത് അവർ ശാന്തമായ കാഴ്ച. എന്തിനാണ് സേനാപതിയോട് ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നത്? നമ്മളെല്ലാം ഒരുമിച്ച് കണ്ടതല്ലേ ഓഖിയിൽ വലിയ പ്രളയങ്ങളിൽ ഈ സർക്കാർ നടത്തിയ ഇടപെടലുകൾ, കേരള ജനത ഒന്നടങ്കം ഇറങ്ങിയത്. അതിനെ വെറും കേവലമായി താങ്കൾക്ക് ഇപ്പോഴും സമ്മതിക്കാൻ മടിയാണ്. കർണാടകത്തിൽ താങ്കളുടെ സമ്മതിച്ചു, താങ്കളുടെ സർക്കാർ തന്നെയാണ്, കോൺഗ്രസ് തന്നെയാണ് ഭരിക്കുന്നത്. പക്ഷെ വീഴ്ച തന്നെയാണ്, അത് അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും മാന്യമായി ചെയ്യാൻ പറ്റുന്ന പരിപാടി. സമൂഹത്തിന്റെ മനസ്സാണ് ഷിജു, അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സാണ്. അവരിടപെടും. അങ്ങനെയാ കേരളം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ശ്രീ റജി ലൂക്കോസ്, താങ്കൾ ഇത് ആ സേനാപതി വേണു പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇടപെടാൻ ശ്രമിച്ചു. താങ്കൾക്ക് തുടരാം, പറയാം. അല്ല, ബഹുമാനപ്പെട്ട സേനാപതി വേണുവിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. കാൻവാറിലെ MLA CPM കാരനല്ല, അത് കോൺഗ്രസിന്റെ MLA ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളോട്, കന്നഡ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തു, ജില്ലാ അഡ്മിനിസ്ട്രേഷൻ തെറ്റുപറ്റിയിരിക്കുന്നു, അവരുടെ കോർഡിനേഷൻ ശരിയായില്ല. 2.5 ദിവസം ഈ സംഭവത്തിനെതിരെ തിരിച്ച് തെറ്റായിപ്പോയെന്ന് തുറന്നു പറഞ്ഞ കോൺഗ്രസിന്റെ സ്ഥല MLA അതിനെ ന്യായീകരിക്കാത്തോളം കാലം ഈ വേണുവിനെ പോലെയുള്ള, ബഹുമാനപ്പെട്ട വേണുവിനെ പോലെയുള്ള, സേനാപതി വേണുവിനെ പോലെയുള്ള അപൂർവ ചില കോൺഗ്രസ്സുകാർ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇരുന്ന് അതിനെ ന്യായീകരിക്കുമ്പോൾ ഈ ലോകത്തിലെ മുഴുവൻ ആളുകൾ കണ്ടോണ്ടിരിക്കുമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട ഇത് കാർവാർ MLA തള്ളി പറയൂ, അയാൾ ഞങ്ങളുടെ MLA അല്ല, അയാൾ വലിഞ്ഞു കയറി വന്നതാണ്, അയാൾ നുണയാണ് പറയണത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി, ഞങ്ങളുടെ ആരോടും പിൻവലിക്കാം. അതുപോലെ തന്നെ അവിടെ കർണാടകയിലെ മുഖ്യമന്ത്രി വന്നപ്പോൾ അദ്ദേഹം 2 മണിക്ക് വന്നു, 15 മിനിറ്റ് തിരിച്ചു പോയപ്പോൾ എന്തിനാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവിടുത്തെ കളവൊരുക്കി കാര്യമാക്കിയത്? ഒരൊറ്റ ഉദ്യോഗസ്ഥനാണ് ഉണ്ടായിരുന്നോ? ഇത് രക്ഷാദൗത്യമായിട്ട് എത്തിയ മലയാളികളെ, അത് മലയാളികളുടെ സാഹോദര്യത്തിന് വലിപ്പമല്ലേ? കർണാടകയിൽ അവർ രക്ഷിക്കാൻ പോയ അതിനെ മാത്രമല്ല, അവിടെ ഇപ്പോഴും ഒരു തമിഴ്നാട്ടിലെ സഹോദരനുണ്ട്. വളരെ ചുരുക്കി ഒന്ന് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ചയോട് അവസാനിപ്പിക്കാം. നിലവിൽ ഉള്ള നമ്മൾ തുടക്കം മുതലേ ചർച്ച ചെയ്തത് ഈ വീഴ്ചയും അലംഭാവ ഉദാസീനതയൊക്കെ തന്നെയാണ്. ഏതായാലും ഈ സമയം, നമ്മുടെ ഈ ചർച്ച അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ താങ്കൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? നാളെയോടുകൂടി ഈ 11ാം ദിവസം ഒന്നുകൂടി എടുത്ത് പറയേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഇടപെട്ടത് 3ാം ദിവസമാണ് ഇടപെട്ടത് കേരളത്തിലെ സർക്കാർ അറിയുന്നത്. ഇന്നിനി നാളെ 11ാം ദിവസമാകുമ്പോൾ ഈ പറയുന്ന ഈ ദൗത്യത്തിന് ശുഭകരമായൊരു അന്ത്യം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? താങ്കൾക്ക് ഇപ്പോഴുള്ള ആ സ്ഥിതി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ചുരുക്കി ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അവിടെ തീർച്ചയായും ഞാൻ മറ്റു കാര്യങ്ങൾക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗോൾഡൻ അവേഴ്സിൽ വന്നിട്ടുള്ള വലിയ അലംഭാവം
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതുതന്നെയാണ് ഈ പ്രതിസന്ധി ഇത്രയും രൂക്ഷമായിട്ടുള്ളത്. എന്നാൽ പിന്നീട് അത് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോസിറ്റീവായ അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടാണ്. ദേശീയപാതയുടെ നിർമ്മാണത്തിൽ നടക്കുന്ന വലിയ അലംഭാവം, അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രതിസന്ധികൾ, 400-ലധികം വരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡിങ്, ഇതെല്ലാം ഒരു അശാസ്ത്രീയമായ നിർമ്മാണം, അതിനെ തുടർന്നുണ്ടാകുന്ന അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിൻഡോ ജോസഫ്, താങ്കൾ പറഞ്ഞ വലിയൊരു വിഷയം കൂടിയുണ്ട്. അതൊരു തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള റോഡിന്റെ നിർമ്മിതിയെ സംബന്ധിച്ച് അതുവഴി ദേശീയപാത കടന്നു പോകാൻ താങ്കൾ ഈ പറഞ്ഞ 400 ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് എന്ന് പറയുന്നത് തന്നെ പുതിയ വിവരങ്ങളാണ്. അതെല്ലാം വരും ദിവസങ്ങളിൽ വേറെ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. ഏതായാലും സമയപരിമിതി ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.